കണി കണി വിഷുക്കണി. കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ. 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 എല്ലാ കൊല്ലവും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് നീ കൃഷ്ണവേഷം കെട്ടരുതെന്ന്. എന്ത് ചെയ്യാനാ അമ്മ, കൂട്ടത്തിൽ കാണാൻ കൊള്ളാന്നോട്ട ഞാൻ മാത്രല്ലേ ഉള്ളൂ. ഏത് കൃഷ്ണയുടെ താടിയുള്ളത്? താടി ഉണ്ടായിരുന്നു അന്ന് ബാർബർ ഷോപ്പില്ലല്ലോ. ഗുരുത്വദോഷം പറയരുത്. ഇവിടുന്നാ തുടക്കം. ഐശ്വര്യായിട്ട് ഒരു 50 രൂപയുടെ കൈനീട്ടോ. പിന്നെ 50 രൂപ എന്നാ 49 രൂപ എന്നാലും മതി, ചെലവുണ്ട് ഇതിനൊക്കെ. അതുകൊണ്ടാ. എവിടെ മാധവൻ? अस्सलाम वालेकुम। Mr. Bush. There's Ladan. ما في حالاتي خمرة كالبتي كخنت مراتي كتير ماتي يفعل فما هي فما بيرتس سنتر يفت كلامي إنديان إيرلاينز فلايت تاريخ جنجان برشلونة. أغمر بيدمك شكل الصغرى يلي كل خمرة. أغمر بيدمك مقالنا أنا ملو يلامت باو. أفغانستان طالبان على كل تصور بقول كتات طور برا كيل سرد بورا. ما في يلا تفهم ما يشوف اللي بردي كي بفاز بترمي بعد بوم بدل أفغانستان دعبة دبي بيرتي بعده. ما في حالاتي مشكلتي ما مشكلة في ما بس فتوى على أبدي ما دي وراها. عندك فيه ده من بيبر بدل في ما بتصبح. ما في بوش. ओ तारा भी जल्दी कौन बलवत्ता ना कापल मयतो. Oh Lord, does Ladan know what he's doing? Don't forgive him. കണ്ണു തുറക്കല്ലേ. അമ്മയാ കണി കാണണ്ടേ? ഇന്ന് വിഷു അല്ലേ? പടക്കം പൊട്ടിയപ്പോ ഞാൻ വിചാരിച്ചു എന്നാരോ വെടിവെച്ചിട്ടതാണ്. രാത്രി കിടക്കുമ്പോഴേ നാമം ചൊല്ലിട്ട് കിടക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വപ്നമൊക്കെ കാണും. ആരത്? നേരെ പോന്നീ പെങ്ങളാ? ഇങ്ങോട്ട് ഇടത്തോട്ട്. ആ ഭഗവാനെ തൊഴുതു. എവിടെ? ഷാരോത്ത ചക്കയല്ലേ മേത്? അടുത്തിരിക്കുന്ന കൃഷ്ണൻ നോക്കടാ. കൃഷ്ണ നല്ലത് വരുത്തണേ. മാധവോ, സുഗുണനോ? ഇന്ന് വിഷുവാണ്, കുരുത്തക്കടിനൊന്നും പോരുത്. കൈനീട്ടോ? കാശൊന്നുമില്ലേ? കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കൊണ്ടൽ കർവർണനെ കാർവർണനെ. കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ. അമ്മേ, അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കിണ്ടി മൊന്ത നിർത്ത് പുറത്തു വെക്കരുതെന്ന്. ഇതിന്റെ ഉടമസ്ഥന്മാര് കണ്ടിട്ട് എടുത്തോണ്ട് പോയാ പിന്നെ പണിയെടുത്ത് വെറുതെ ആവേ. എങ്ങനെയുണ്ടായിരുന്നടാ വരവ്? വരണ വഴിക്ക് നമ്മുടെ ഈ കൃഷ്ണനെ ആ പൊതുവാലിന്റെ പട്ടി ഓടിച്ചിട്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല. കൃഷ്ണന്റെ വേടത്തിൽ എപ്പ കണ്ടാലും ശരിയാണ്, ആ പണ്ടാരപ്പട്ടി എന്നെ ഓടിച്ചിടും. പിള്ളേച്ചനെ കണി കാണിച്ചാ? പിള്ളേച്ചനെ ഉണർത്താനുള്ള പടക്കത്തിന് 10 രൂപ ചെലവാണ്. കൈനീട്ടുണ്ടെങ്കിൽ 1 രൂപ വരും. നക്കിയാണ് പരം നക്കി, അയാൾക്ക് കണിയും കിണിയൊന്നും വേണ്ട. എടാ, 1 രൂപ കൈനീട്ടം തരുന്നവനെ 50 പൈസ കൊണ്ട് ഉണർത്തണം, എന്നിട്ട് ഒരു ഉഗ്രൻ കണി കാണിക്കണം. ആരാടാ പടക്കം പൊട്ടിച്ച? അയ്യോ ചന്തി, 1 2 3 4 5. അയ്യേ, എന്റെ 5 വർഷം പോയി. പിടിച്ചില്ലേ? എവിടെ നോക്കിയാണോ നടക്കുന്നത്? എപ്പ നോക്കിയാലും കൊമ്പത്താ. നീ എന്താ കൊരങ്ങനാണോടാ പട്ടി? പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വഴിക്ക് പോകുമ്പോ മോളീന്ന് വിളിക്കരുത്. ഇനി എന്റെ സ്വഭാവം മാറും കേട്ടാ. ഈ പരട്ട സ്വഭാവം മാറാൻ വേണ്ടിട്ട് തന്നെയാ വിളിച്ചത്. എന്നെങ്കിലും നീ ഞാനും തമ്മിൽ മുട്ടും. വണക്കം. ചായ ചായ.
ഒരു ഫുൾ ചായ എടുക്കാറായടാ നീ ദേവഹിന്ദു ഭൂതം എന്താ ഇത്? നീല നിറം നീലോ മിണ്ടരുത്. അപ്പൊ കണിവെച്ചതിൽ ഒന്ന് ഇതായിരുന്നല്ലേ? എന്തായിരുന്നെന്ന് എനിക്കറിയാം എല്ലാത്തിനെയും. നിക്കടാ അവിടെ. പിള്ളേച്ചാ ആ, പിള്ളേര് കണി കാണിച്ചെന്നറിഞ്ഞ് എന്താ കാണിച്ചത്? വാ കാണിച്ചു തരാം. ഓ അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉവ്വ്, അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. സുഗുണം പോകരുത്. ഇത് എവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? അയ്യേ, ഛേ, വൃത്തികേട്. ആണല്ലോ. ഇതിലും വൃത്തികെട്ട 5 എണ്ണമാണ് ഞാൻ കണ്ടത്. അതിലൊന്ന് നീല നിറം. നീല നിറം? അതാർക്കാ ഈ നീല നിറത്തിന്? കേസ് കൊടുക്കണം പിള്ളേച്ചാ. പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ 5-നെ പിള്ളേച്ചിന് തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കരക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തിട്ട് തിരിച്ചു നിർത്തിയ ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തിയാ പോരെ? ശരിയാണ്. നീല നിറത്തിലുണ്ടല്ലോ ഒരെണ്ണം. അതേതായാലും അധികമാർക്കും കാണില്ല. കണ്ടുപിടിക്കാനോ എളുപ്പമാണ്. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. ഇന്നവർ പിന്നാമ്പറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ? ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടീന്നാവല്ലോ. രണ്ടും ഒന്നല്ലേ? ആ കള്ള മീശമാധവനെയും കൂട്ടുകാരെയും ചോണയുള്ള പോലീസാണെങ്കിൽ പിടിച്ച് ലോക്കപ്പിലിട്ട് 4 ചാമ്പിയാമ്പ്. പോലീസിന് പിള്ളേച്ചന്റെ അത്ര ചൊണയില്ല, അത് സത്യ. ഇത് പഴയ കാലൊന്നും അല്ല പിള്ളേച്ച. വേറെ വല്ല വകുപ്പും ചേർത്ത് അവനെ 3-4 മാസം ഉള്ളി തള്ളാൻ നമ്പൂരിശം പോലീസിന് എന്ത് തരണം? പറഞ്ഞോളൂ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം. പാർട്ടിയുടെ ചേക്കിലെ യൂത്ത് വിംഗ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ അവർക്ക് തള്ളിക്കളയാനാവില്ല. അന്ന് കള്ളവണ്ടി കേറി പാതി വഴിക്ക് ഇറക്കി വിട്ടില്ലേ? അതിനുശേഷം തിരുവനന്തപുരം കാണാൻ പോയോ ത്രിവിക്രമ? ഉസ്തല്ലേ, തിരുവനന്തപുരം അവിടെ തന്നെ കാണൂലേ? ഓടിപ്പോയൊന്നുമില്ലല്ലേ? എപ്പോ വേണമെങ്കിലും അവിടെ തന്നെ കാണാം. പുതിയ SI വന്ന് ചാർജ് എടുക്കുന്നവരെയുള്ള തന്റെ ഹെഡ് കോൺസ്റ്റബിൾ ഭരണം അത് മറക്കണ്ട. പിള്ളേച്ച, ഞാൻ അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കാം, അല്ലാതെ കേസാക്കാനുള്ള വകുപ്പൊന്നും ഇല്ല. അപ്പോ തുണിപൊക്കി കാണിച്ച ഇവിടെ കേസൊന്നും ഇല്ലല്ലേ? ഇല്ല. പിള്ളേച്ചാ, ലീഡറിന്റെ നമ്പർ മാറിയോ? നമ്പൂരിശാ, എന്താ പിള്ളേച്ച? ഇതാ. ഇത് കേസാക്കാനും വകുപ്പില്ലല്ലോ. വാ. തൊള വീണു. മാധവ, ഒന്ന് നിന്നേ. നിന്റെ കിണ്ടി ഉണ്ടാവൂടാ ഒന്നെടുക്കാൻ? അതെ അതെ, കട്ട മുതൽ തന്നെ വാങ്ങണം. കിണ്ടി ഒരെണ്ണമുണ്ട്, പക്ഷെ അത് ഓമനടുത്തേക്ക് പറ്റില്ല. വില ഇത്തിരി കൂടുതലാ. വില നോക്കണ്ട ഓമനെടുത്ത്. ഇവൻ എന്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയണല്ല. ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞാൽ 1.5 കിണ്ടി വരുന്നേ. ഓ, ഒരുപാട് വലുതായാലും പാടാന്നേ, എടുത്ത് പെരുമാറണ്ടല്ലേ? ഇതൊക്കെ വലിപ്പവും പാകവും നോക്കി എടുക്കാൻ പറ്റും ഓമനടുത്തി. പാദസരമുണ്ടോ മാധവേട്ടാ? ഒരു കിരീടമുണ്ട്, വേണ? യേശുക്രിസ്തു ഉപയോഗിച്ചതാ മുൾക്കിരീടേ. ഓടെ അവിടെ പാദസരത്തിനൊക്കെ ആളുണ്ടെന്ന് ആരറിഞ്ഞു? ഞാനത് നോക്കട്ടെ. കൊണ്ടുവന്ന് വാങ്ങിക്കോ. ഫാഷൻ ഉള്ളത് വേണം. അത് ഞാൻ ഏറ്റു. അപ്പൊ എനിക്ക് കിണ്ടിയോ? കൊണ്ടുവരാം. അവൻ മീശ വിരിച്ചിട്ടുണ്ട്, കൊള്ള കിണ്ടി പോവാതെ നോക്കിക്കോ. വെറുതെ എല്ലാ നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത്. നല്ല പ്രോത്സാഹനമല്ലേ? എന്താ എടാ, കക്കുന്നതിനേക്കാൾ തെറ്റാണ് കട്ട മുതൽ വാങ്ങി ഉപയോഗിക്കുന്നത്, കേട്ടാ? ആണോ? നല്ല വാച്ചിങ്ങോട് ഊരി. ഒരു തമാശ പറഞ്ഞപ്പോ വാച്ചൂരാൻ പറയും. അങ്ങനെയാണെങ്കിൽ സൈക്കിളിൽ തന്നെ കയറി നടക്കാൻ പറ്റുമോ? മധു, നിങ്ങളുടെ പ്രസിഡന്റ് മധു, മാധവ, ഒരു 10 രൂപ ഗുരുദക്ഷിണായിട്ട് ചെന്നേ. ഇപ്പൊ തരാ. ഇപ്പൊ തരാന്നാ? എന്നാ പിന്നെ തരാ. ഗുരുദക്ഷിണ കൊറേ ആയിട്ടാ. എവിടേക്കാ? കങ്ങരക്കുളത്തേക്കാ. അവിടെ എന്താ? ഗോവിന്ദന്റെ മോളുടെ കല്യാണമല്ലേ? അത് നാളെയല്ലേ? ഇപ്പൊ വെച്ച് പിടിപ്പിച്ചാൽ ഈ കാലം കൂടെ നാളെ കാലത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ചേച്ചി? അവള് കാലത്ത് വന്നാ മതിയല്ലോ. ആണി എന്റെ കാലിലല്ലേ? ഇത് പറഞ്ഞേ സൂക്ഷിച്ച്. മുള്ളാണി തുപ്പിയപ്പോ അപ്പയുടെ കാലിൽ ഇപ്പൊ നിറയെ ആണിയാ. മീശ മാധവൻ ആരെങ്കിലും നോക്കി മീശ പിരിച്ചിട്ടുണ്ടോ അന്ന് അവന്റെ വീട്ടിൽ കേറിയിരിക്കും. അങ്ങനെ മീശ പിരിച്ച് വയസ്സാം കാലത്ത് മേലാസകലം രോമം കേറി ആൾക്കൊരങ്ങിനെ പോലെയാകും. പക്ഷെ പപ്പേട്ടനെ പോലെ കട്ടപ്പെടേണ്ടി വരൂല മോനെ. സർക്കസിൽ പോകാം. ദേവഹിന്ദുഭൂതം വർഷമംഗളകോളം. ഓമനടുത്തിയേ, ഇനി കിണ്ടിയില്ല എന്നുള്ളൊരു കുറവ് വേണ്ട. ഇത് എവിടുത്തേടാ? എവിടുത്തെ ആയാലും എന്താ, ഇവിടെ ആരും അന്വേഷിച്ച് വരാനൊന്നും പോണില്ല. എടാ കാശിപ്പോ? കാശൊക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. എടാ നിക്കടാ, ചായ കുടിച്ചിട്ട് പോ. ചേച്ചി എന്താ ഇവിടെ ചൂടില്ലേ? ശരിക്കും വീശിക്കലോട്ടോ, കാറ്റ് പാറായിരിക്കല്ലേ. ഓമനടുത്തേ, ഞാൻ പോവാ. ആ രമണിയാച്ചിക്ക് ഒരു ഉരുളി കൊടുക്കാന്ന് പറഞ്ഞിരുന്നേ.
എടാ മാധവാ നിക്ക് ചായ കുടിച്ചിട്ട് പോവാടാ. ഓ ഈ ചെക്കന്റെ ഒരു കാര്യം. അയ്യോ അയ്യോ എന്റെ ഉരുളേ. നിനക്കത് വേണടേ. അത്താഴ പ്രശ്നക്കാരുണ്ടോ? അത്താഴ പ്രശ്നക്കാരുണ്ടോ? ഉണ്ടേ. എന്താ മോളെ, ആരാത്? അടിയനാണേ. വിളിക്കൊരു ബലം പോരല്ലോ. അത്താഴ പ്രശ്നക്കാരെങ്ങനെ കേൾക്കും? വലിയ ബലം കൊടുക്കാണ്ട് തന്നെയാ. പഴയ ആചാരം തെറ്റിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വിളി മുടക്കില്ലാന്നേ ഉള്ളൂ. കേക്കടവർക്ക് അറിയില്ലോ അകത്തെ സ്ഥിതി. കാഴ്ചക്ക് വലിയ വീടും പത്തായൊക്കെ ഉണ്ട് ഇനി. എന്നെ ദാരിദ്ര്യം പറഞ്ഞു ബോധിപ്പിക്കുന്നു വേണ്ടേ? അല്ലെങ്കിൽ ഞാനിവിടെ കക്കാൻ കയറാൻ പോണില്ല. ഓടാ, നിന്നെ ഇവിടെ ആർക്കാ പേടി? നോക്കിയും കണ്ടൊക്കെ നടന്നോ? നിന്നെ പൊക്കാൻ തക്കം നോക്കി നടക്കുന്നുണ്ട് ചിലരൊക്കെ. മാലതി പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് കേട്ടു. കൈതക്കൽ നല്ലേ? ആ, ഏടത്തേമ്മയുടെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ടതാ. ഇവൾക്കും ചില ആലോചനകളൊക്കെ വരുന്നുണ്ട്. ആലോചിക്കുമ്പോ ഉള്ളിലൊരു കാളിച്ച. ഡൗറിയും ചെലവും നിങ്ങളുടെ പോലൊന്നും അല്ല, ഒരുപാട് ചടങ്ങുകളാണേ. ഒന്നും കൊടുക്കാതെ കെട്ടിക്കാൻ പറ്റിയ ഒരാളുണ്ട്, നോക്കണം. എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാ. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ആൾക്ക് മിക്കവാറും നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. അത് സാരില്ല, പകലുണ്ടാവൂലോ. പക്ഷെ മോളുടെ അടുത്ത് ഉണ്ടാവണമെന്നില്ല. അമ്മായിപ്പിന്റെ അടുത്ത് ചിലപ്പോ ഉണ്ടാവും, സ്റ്റേഷനിലൊക്കെ ആയിട്ട്. അയാളും പോലീസിലാ? ഇടയ്ക്കൊക്കെ പോലീസിലാവും. മനസ്സിലായില്ല. കള്ളനാ, പേര് മാധവൻ. ഞാനാ. എനിക്ക് ഡൗറി ഒന്നും വേണ്ട. വല്ല ഡവറയും ഉണ്ടെങ്കിൽ കിണ്ടിയും. എന്താണ് പ്രഭയുടെ അഭിപ്രായം? അല്ല, വെയില് താന്നിട്ട് ഇറങ്ങിയ പോരെ അമ്മാവ? അല്ല, ഇറങ്ങട്ടെ. ദൂരം ഒരുപാടുള്ളതല്ലേ. എവിടെ നമ്മുടെ കുട്ടി? മാലതി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി എന്നാ. സോമൻ ഇപ്പൊ തന്നെ അവളെ കൂടെ കൂട്ടിയെ കൊള്ളാന്നുണ്ട്. പെണ്ണിന് നാണം വന്നു. ഏട്ടനെ ഞാൻ ഇന്നലെ കൂടി ഫോൺ ചെയ്തതല്ലേ. ഒരു സൂചനയിലും തന്നിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ പറയായിരുന്നില്ലേ. 42 വയസ്സ്, ജോലിയില്ല, ഒരു മണ്ണാങ്കട്ടില്ല, വെറുതെ വായിലൊക്കെ അടക്കണത്. ഒരു പൊടിക്ക് കിറുക്കുണ്ടോന്ന് കൂടി സംശയമുണ്ട്. സോമന് ഇപ്പൊ കിറുക്കൊന്നുമില്ല. ആഹാ, അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം പെങ്ങളല്ലേ ഏട്ടാ. ബാക്കിയുള്ളവരുടെ കുറ്റവും കുറവൊക്കെ പറയുന്നതിന് മുമ്പ് അവനവന്റെ യോഗ്യത കൂടിയൊന്ന് നോക്കണം. യോഗ്യന്മാര് 3-4 കൂട്ടര് വന്നാണല്ലോ. എന്തേ അവർക്കൊന്നും പെങ്ങളെ ബോധിക്കാഞ്ഞത്? സിന്ധു, പിന്നെന്താ, ഞാൻ മാലിനെ വെട്ടിച്ചാടിക്കാൻ നോക്കാന്നല്ലേ അവൻ പറഞ്ഞു വരുന്നത്. സഹായിക്കാൻ വന്നതാ. എനിക്കിത് വേണം. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? കക്കാനും പിടിച്ചു പറിക്കാനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ആലോചിക്കണായിരുന്നു പെങ്ങളുടെ കാര്യം. ഇളയച്ചൻ കള്ളനാണെന്നും പറഞ്ഞ് എന്റെ ഇന്ദുമാ കൂടി ഗതി വരുമോന്നാ ഇപ്പൊ എന്റെ പേടി. ഇവന്റെ വർത്താനം കേട്ട് തുർക്കിന്ന് രാജകുമാരൻ വരുമെന്ന് വെച്ച് കാത്തിരുന്നോ? നീ ഇവിടെ കിടന്ന് ചീഞ്ഞു പോവുള്ളൂ. മാറങ്ങോട്ട്. ആ പാലെടുത്തോളൂ, സൂക്ഷിച്ച്. ഇനി ഏട്ടനൊട്ടും വൈകിക്കണ്ട, നാളെ തന്നെ പുറപ്പെട്ടോളൂ. എങ്ങോട്ട്? തുർക്കിക്ക് രാജകുമാരനെ നോക്കണ്ടേ? നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്കേ. അമ്മേ, ഞാൻ കാരണം എല്ലാം. നീ കാരണം ഒറ്റ കുഴപ്പം ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് നിന്റെ ഏട്ടന് പോസ്റ്റ് ഓഫീസിലൊരു പണിയുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ആത്മഹത്യാതെ ബാക്കിയുണ്ട്. വാ, ഒന്ന് കഞ്ഞി കുടിക്കാൻ നോക്ക്. അത്തിരി ചുട്ടി വിളമ്പി വിളിച്ചത് മുത്തളി പാത്തുമ്മ, അവളുടെ രംഗുണരുന്ന കിനാവിലുദിച്ചത് റംസാൻ തിറയുമ്മ. ജി വിഷമിക്കാണ്ടിരിക്ക്. അവക്ക് നല്ലൊരു നാരിചക്കനെ കണ്ടുപിടിക്കേണ്ട കാര്യം ഞങ്ങൾ ഏറ്റ്. എന്താ ആരെ കൈമി താത്താനും വിശ്വാസമില്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു നായരക്കനെ കണ്ടുപിടിച്ചാ പോരാ. നമുക്ക് ഈ തുർക്കി എന്നുള്ള രാജകുമാരനായ നായരക്കൻ തന്നെ വേണം. എന്താടി? രാസകുമാരനെങ്കിൽ രാസകുമാരൻ. എന്തിനാ കുറക്കണ്?
പട്ടാളം പുരുഷോത്തമൻ. ഇതിലൊരു മാലയിട്ട് ചന്ദനത്തിരി കത്തിക്കാൻ നിനക്ക് എന്നാ യോഗം ഉണ്ടാവുക? എന്താ? അല്ല, അതിർത്തി യുദ്ധം ഉണ്ടായിരുന്നപ്പോ ഇവിടെ മനസമാധാനം ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ പട്ടാളക്കാർ മരിച്ചാൽ വിധവയ്ക്ക് നല്ല കാശ് കിട്ടും. നാവെടുത്ത ദുഷ്ടത്തിനെ പറയുള്ളൂ. ആ, 4 കാശ് നിനക്ക് കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോ അത് കുറ്റമായിപ്പോയല്ലേ? ആ, മണ്ണെണ്ണേരി നാളെ എത്തിക്കാം. പഞ്ചസാരയും എന്തിനാ പഞ്ചസാര? എന്റെ പഞ്ചാര കട്ടി ഇവിടെ ഉള്ളപ്പോ എത്തിക്കാം. ഇതാ വഴിയല്ലേ? ആത്തെന്തായിരുന്നു പരിപാടി? അമ്പലത്തിലൊരു വഴിപാടിന്റെ കാര്യം പറഞ്ഞ. വഴിപാടായിരുന്നല്ലോ, നല്ല കാര്യമായിട്ടായിരുന്നല്ലോ. തോന്നിയസം പറയരുത്. തോന്നിയ ദിവസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദനത്തിൽ എത്തിക്കണോ അല്ലേ? പുരുഷേട്ടനെങ്ങാനും അറിഞ്ഞ പിള്ളച്ചന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദനത്തിൽ എത്തിക്കേണ്ടി വരും. വീട്ടിൽ വെച്ച് ചതറിക്കും. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും ഒന്ന് അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്. നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എന്ത് തരും? എന്ത് വേണം? അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടിമുക്കിൽ 25 സെന്റ് സ്ഥലം. അയ്യോ മാധവ, അത് അയ്യാ മാധവ, അത് എഴുതി തരുമൊന്നും വേണ്ട. അവിടെ ഇത്തവണ എനിക്ക് വിത്തറക്കണം. അതെന്റെ ഒരു മോഹ. ഞാൻ പടവല വിട്ടിരിക്കുക. ആയിക്കോട്ടെ, അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് വിത്തറക്കാലോ. ഇറക്കാം. ഉറപ്പാടാം. പോകാൻ വരട്ടെ. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നും കൂടെ തന്നാലോ? വേണ്ട, ആരും കാണൂല. വേണ്ടെന്നേ. ആ, എന്നാ ചാടിക്കോ മോനെ. ഇന്ന് നീ അവിടെ കക്കാൻ കയറരുത്. ഇന്ന് അവിടുന്ന് എന്തെങ്കിലും പോയാൽ നാളെ എന്റെ തലയിലാവും. ഓ, എന്നാ മറ്റന്നാളാവാം. അതിന്റെ പിറ്റേന്ന് എന്റെ തലയിലാവും. സ്ഥിരാണല്ലേ? ചാടിക്ക. എന്നാൽ ഇവന്മാരങ്ങനെ ചങ്ങാതിമാരായി. ഇത് വലിയ അതിശയം തന്നെയാണ്. ഇനി അവിടെ കൃഷി എങ്ങനെയാണെന്നറിയോ? ഒറ്റവേളയല്ല. ആ 25 സെന്റ് 4ആയിട്ട് തിരിക്കും. ഒരു ഭാഗത്ത് പയറ്, ഒരു ഭാഗത്ത് പാവല്, ഇപ്പുറത്ത് മത്തൻ, അതിനടുത്ത് കുമ്പളം. കടുപ്പത്തിലൊരു ചായ. മത്തനും കുമ്പളം കൂടെ ഒന്നിച്ച് നടാൻ പോവേണോ? എന്തേ ഒരുമിച്ച് നട്ടാലെന്താ? കുമ്പളം മുളക്കില്ല. മത്തൻ കുത്തിയ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. കാർഷിക രംഗത്ത് ഈ വർഷം കനത്ത വിളവ്. എന്റെ അമ്മോ, കണ്ടോ? ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. മത്തൻ കുത്തിയ കുമ്പളം മുളക്കില്ല. അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. നീ എന്താടി കിളിക്കണത്? ചിരിക്കാനും പാടില്ലേ? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? പിള്ളേച്ചന്റെ കുരുടിമുക്കിൽ 25 സെന്റ് സ്ഥലത്തിൽ കൂടി മാധവനാ കൃഷി ഇറക്കണ്. അവര് വഴക്ക് പറഞ്ഞ ചെങ്ങൈമാരായില്ലേ? എപ്പോ? നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ? ഇന്നലെ രാത്രി 10:15 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുവരെ അവർ ചങ്ങാതിമാരല്ല. 10-16 അവർ ചങ്ങാതിമാരായത്. ഹോ, ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പൊ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ? പോയാ ചായ വേണ്ട. ലെഫ്റ്റ് പോട്ടെ. റൈറ്റ്. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. നന്നായി. ജനിച്ചപ്പോ ഇട്ടതാ കഴുത്തൽ ഈ മകുടം. മരണം വരെ അത് അവിടെ ഉണ്ടാകണേ ഈശ്വര. ഇതെന്ത് മറിമായോ? ഇവിടെ ഇവിടെ പകുതിയുള്ളൂ. പെടലിന്റെ അച്ഛൻ. ഓക്കെ, എന്നാ വിട്ടോ. 6000-ന് ഒക്കൂല മുതലാളി. പണിക്കാരുടെ കൂലിയും വണ്ടി ചെലവും. പിന്നെ ഇത് അങ്ങാടിയിൽ എത്തിക്കണ്ടേ? ഒരു 100 കൂടെ ഞാൻ തരാം. അതുമേലെ മുറിക്കാം. 6000-ൽ 1 രൂപ കുറഞ്ഞ എനിക്ക് വേണ്ട. എനിക്കുണ്ട് പണിക്കാരും ചെലവും. കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഒരെണ്ണം മതി. അങ്ങോട്ട് കൊടുക്ക് പിള്ള. ചെന്തുട്ടത് ഒറ്റ വലമേ കെട്ടി തോന്നേ. പോടാ. അല്ല, ഒരു കച്ചവടാകുമ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച വേണ്ടേ? എന്റെ തോട്ടത്തിൽ ഇറങ്ങി പോടാ. മുൻകോപിയാ. ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ? അതൊന്നും പ്രശ്നമാക്കണ്ട. 5500 നല്ല വിലയാണ് പിള്ളച്ച. അപ്പുറത്തെ പീതാമ്പരേട്ടന്റെ പടം ഇറങ്ങി വിറ്റത് 1300. അങ്ങോട്ട് കൊടുക്ക് പിള്ളച്ച. അങ്ങോട്ട് കൊടുക്ക് പിള്ളച്ച. ഇങ്ങോട്ട് വാടാ. 5000-ൽ കൊടുക്കണോ 6000-ൽ കൊടുക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിനക്കിതിൽ എന്താ കാര്യം? അല്ല, ഇത് പറിച്ചിട്ട് വേണ്ടേ പിള്ളച്ച എനിക്ക് വിത്തിറക്കാൻ? ആഹാ, നീയാണോ ഇവിടെ വിത്തിറക്കാൻ പോകുന്ന മാധവൻ? കാലത്തെ ആരാധ എന്നോട് പറഞ്ഞു. മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. കൃഷി സ്വന്തം പേരിലാണോ അതോ നിന്റെ അമ്മൂമ്മയുടെ പേരിലോ? അല്ല, പട്ടാളക്കാരൻ പുരുഷന്റെ പേരിലാണല്ലോ നമ്മളന്ന് ധാരണയിലായത്. അതെ. ആ വിത്ത് ഇനി ഈ കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? അത് അപ്പം നീ അവിടെ വെച്ച് ആളെ കൂട്ടിയിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ. ഇനിയിപ്പൊ നീ എന്ത് പറഞ്ഞാലും നമ്മുടെ ശത്രുത കൊണ്ട് നീ പറഞ്ഞുണ്ടാക്കിയതാണെന്നേ നാട്ടുകാർ കരുതൂ. ആ സാധു സ്ത്രീയെ കുറിച്ച് ഇനി ഇല്ലാത്തത് പറഞ്ഞാൽ നിനക്കാവും തട്ട് കിട്ടുക. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. പോ. അപ്പൊ എന്റെ വിത്ത് ഈ കണ്ടത്തിൽ ഇറങ്ങില്ല? ഇല്ല. വിത്തിറക്കാൻ അവൻ ആര്? വിത്ത് കാളയോ? മുതലാളി 50 രൂപ കൂട്ടി തരാം. 50 രൂപ കൂട്ടിത്താ, ഞാൻ എടുത്തോളാം. ആർക്ക് വേണം അവന്റെ 50 രൂപ? അതാ വായി നോക്കി കൊടുത്തേക്ക. അതെ, 5600-നാണ് ഈ മുറിച്ചോളം സമ്മതിച്ചിട്ടുണ്ട്.
പിന്നെ ഇപ്പൊ ഒരു 50 രൂപയുടെ കാര്യം പറഞ്ഞില്ലേ അതെനിക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. ജാസ്തിയാണ്, മെനക്കെട്ടതുകൊണ്ടാ. കാശ് കൊടു. വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞ് പടവലത്തോട്ടത്തിൽ പോയെന്ന്, അവിടെ ചെന്നപ്പോ കച്ചവടക്കാർ പറഞ്ഞ് കുറച്ച് മുമ്പേ പോയെന്ന്. ഞാൻ കേട്ടതൊക്കെ ശരിയാണ് പിള്ളേച്ച. അതെ, ഞാൻ തോട്ടത്തിൽ പോയിരുന്നു, തിരികെ വന്നു, ഇപ്പൊ ചായ കുടിക്കുന്നു. അതല്ല, ആ കണ്ടത്തിൽ അടുത്ത കൃഷി ഇറക്കുന്നത് മാധവനാണോ? ഏ? ഈ പിള്ളേച്ചന് ഇതെന്ത് പറ്റി? തോട്ടത്തിൽ പടവലങ്ക പറിക്കാനും ഒത്താശയ്ക്കും മാധവനാ മുമ്പില്. പടവലങ്ങ ആര് മാധവനെ? അപ്പൊ കൂട്ടുകാരായെന്ന് പറഞ്ഞ വെറുതെ ആണല്ലേ? കൂട്ടുകാരനോ? കൊല്ലി ഞാൻ. തീർത്ത് കൊടുക്കണം. ഭാസ്കരൻ മുമ്പേ മാധവനെ കൊല്ലാൻ പോയിന്. കണ്ണേവാ, എന്താ എന്താ പ്രശ്നം? അവര് തമ്മി കൂട്ടായി എന്നെ പഠിപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ. മാധവൻ ഇപ്പൊ കൊല്ലും, കാണാൻ വരുന്ന. വെട്ടിക്കോ, ഞാൻ പുറത്തു നിന്നോളാം. പുരുഷട്ടാ, ആളെ മനസ്സിലായില്ലേ? നമ്മുടെ പിള്ളയച്ചൻ ഭഗീരഥൻ പിള്ള. നമസ്കാരം. നമസ്കാരം. പുരുഷനിപ്പം യുദ്ധമൊന്നും ഇല്ലേ? ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം, അല്ല പുരുഷേട്ടാ? അതെ. ഇതുകൊണ്ട് പുരുഷേട്ടൻ ഒരാളെ വെടിവെച്ച കേസ് ഉണ്ടാവോ? ഇല്ല. ആ, അതാണ്. പട്ടാളക്കാരന് ആരെ വേണമെങ്കിലും വെടിവെക്കാം. പിള്ളേച്ചൻ എന്താ വെട്ടുകത്തിയൊക്കെ ആയിട്ട്? വെറുതെ. ഇതുകൊണ്ടിപ്പം ചീമക്കൊന്നയുടെ കൊമ്പോ അടിക്കാട് വെട്ടാനോ കൊള്ളാം. തീരെ മൂർച്ചയില്ല. നല്ല മൂർച്ചയായിട്ട് വെട്ട് പിള്ളേച്ചാ. എന്നാ ഞാൻ പോയി അടിക്കാട് വെട്ടി വെച്ച് വരാം. പിള്ളച്ചോ, ഇങ്ങോട്ട് എന്താ മോനെ? ഇവിടെ വല്ലാത്തൊരു ചൊറിച്ചില്. ഒന്ന് ചൊറിഞ്ഞേ. പുരുഷേട്ടോ, ഒരു വെടിക്കൊള്ള ഉണ്ടാക്കാ തോക്കലുണ്ടാവൂല്ലേ? ആ, നിറച്ച തോക്കാ. ചൊറിയാം. താഴെ താഴെ താഴെ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. എന്താ മാധവട്ട പ്രശ്നം? തിരുവനന്തപുരത്തൊക്കെ ഒന്ന് വിളിച്ചു ചോദിക്ക്. പിള്ളച്ചേട്ടന്റെ അല്ല പെടലേ, ഇവിടെ എന്താ പ്രശ്നം? ആഹാ, നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ആച്ചത്ത് രാമൻ നായർ വലിയ വെടി ഒന്ന്, ചെറിയ വെടി ഒന്ന്. ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടി വഴിപാട്. വലിയ വെടി 4, ചെറിയ വെടി 4. കൃഷ്ണവിലാസം ഭഗീരഥപിള്ള. വലിയ വെടി, ചെറിയ വെടി. വെടി വഴിപാടാണല്ലേ? കൃഷ്ണവിലാസം. മൈക്കിൽ കൂടെ വിളിച്ചു പറയാതെ വെടി വഴിപാട് നടത്താൻ പറ്റുമോ? വിളിച്ചു പറയാതിരുന്ന ഫലം കുറയും. ഫലം ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല, വിളി വേണ്ട. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ. ആ വാരെ, പിള്ളാച്ചന് ശത്രുദോഷത്തിനുള്ള വെടി വഴിപാട് മൈക്കിലൂടെ വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമെന്നാ ചോദിക്കണേ. പിള്ളേച്ചനാണോ? വെടി വഴിപാടാവുമ്പോ സാധാരണ വിളിച്ചു പറയലാ പതിവ്. കൃഷ്ണനമ്പൂരി വെടി വഴിപാടാവും. വിളിച്ചു പറഞ്ഞോളൂ. കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള. വലിയ വെടി 4, ചെറിയ വെടി 4. ഇങ്ങനെ ഒറ്റവെറുപ്പിന് എല്ലാം കൂടി പറഞ്ഞ ഭഗവാനും ഓർമ്മാക്കില്ല കേട്ടോ. വരസേരെ, ഈയിടെയായിട്ട് ആൾക്ക് ഭക്തി ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ആ ഓട്ടൂറിലും വിളക്കിലും ഒക്കെ ഒരു കണ്ണുണ്ടായിക്കോട്ടെ. അതെ വരേ, ഇവിടുത്തെ ഓട്ടൂരിലും കിണ്ടിയൊന്നും വേണ്ട മാധവന്. ഞാനൊന്ന് മനസ്സുരുകി വിളിച്ച സാക്ഷാൽ ഭഗവാൻ തന്നെ എന്റെ കൂടെ ഇറങ്ങി വരും. എന്താ സംശയമുണ്ടോ വരർക്ക്? അല്ല വാരസേരെ, ആ പറഞ്ഞതിന്റെ അർത്ഥം വിഗ്രഹം അടിച്ചോണ്ട് പോകുന്നല്ലേ? എന്റെ ഭഗവാനെ, നിന്നെ നീ തന്നെ കാത്തോളണേ. ഒക്കെ അതിനെയായിരുന്നു. എന്താ പുരുഷേട്ടാ? ഏയ് ഒന്നുമില്ല, പെട്ടെന്ന് ഞാൻ അതിർത്തിയിലാണെന്ന് ഓർത്തുപോയി. കഷ്ടം. ആരോടും പറയല്ലേ, അമ്പോയി സാരേട്ടാ. മാധവാ, മാധവല്ലേ ഇവിടെ? ആഹാ, നമ്പൂരിച്ചനാണോ? ആ, എന്താണോ? പേടിക്കണ്ട, പോലീസായിട്ടല്ല. മാധവനോട് വിവരം അന്വേഷിക്കാനാ വന്നേ. പ്രഭയുടെ കല്യാണം നിശ്ചയിച്ചു കേട്ടോ. വരുന്ന 31 വെച്ചിരിക്കണം. മാലതി പറഞ്ഞു. ഓ, വരന്റെ ജാതക പ്രകാരം ഈ ഇടവത്തിന് മുമ്പായിട്ട് നടത്തണമെന്നുണ്ട് അത്രേ. അതിനിപ്പോ ഇതല്ലാതെ വേറെ മുഹൂർത്തല്ലേ? മാധവ, ഒന്നും ഇങ്ങോട്ട് വന്നേ.
ഓ എന്താ നിലാവ്. ആ തൊണ്ടിമോല് വലിച്ചെറിഞ്ഞു. ഇനി അത് പറക്കിയെടുക്കാൻ നാളെ ഞാൻ തന്നെ വരേണ്ടി വരും. ഒരു ചെറിയ മൊന്തയാ നാരായണിമേടെ അവിടുത്തെ. അതെയോ? വാ, ഒരു കാര്യം പറയട്ടെ. കല്യാണം ഇത്ര പെട്ടെന്നാവും ഞാൻ നിരീക്ഷിച്ചില്ല. വിചാരിച്ച പോലെ കാശൊന്നും അങ്ങോട്ട് ഒത്തിട്ടില്ലടോ. ഇല്ലത്തിന്റെ ആധാരം വെച്ചാ ഭൂപട ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. പക്ഷേ ആധാരം പിള്ളേച്ചന്റെ കയ്യിലിരിക്കുക. കൊടുക്കാനുള്ള കാശ് തീർത്തു കൊടുക്കാതെ അയാൾ ആധാരം തരില്ല. ലോൺ കിട്ടിയിട്ട് തരാന്ന് പറഞ്ഞപ്പോ അതും അയാൾ സമ്മതിച്ചില്ല. നിന്റെ കുറച്ച് കാശുണ്ടാവൂ? ഒരാഴ്ചത്തേക്കൊന്നും മറിക്കാനാ. മാലിതയുടെ കല്യാണത്തിന് നീ എന്തെങ്കിലും കരുതിണ്ടാവുമല്ലോ. അതിലൊരു കണ്ണ് വെച്ചിട്ടാ ഞാൻ വന്നേ. എത്ര കാശ കൊടുക്കാനുള്ളത്? എനിക്കൊരു 30,000 ഉറുപ്പ്യം കൂടി വേണം. 30,000? 5-10 എങ്ങനെയായിരുന്നു നോക്കായിരുന്നു. ചോദിക്കാവുന്നവരോടൊക്കെ ഞാൻ ചോദിച്ചു. പോലീസല്ലേ കടം ചോദിക്കണത്, ആരും തരില്ല. ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയൂ. തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? നമ്പൂരിച്ചും വിഷമിക്കാതിരിക്കേ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ലോനപ്പേട്ട, 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 വടക്കോട്ടുള്ള ലൈനിൽ ചെറിയൊരു പണിയുണ്ട്. ഫീസ് ഒന്ന് ഊരണം. ഞാനാ മാധവൻ. എന്റെ കർത്താവെ, ഞാൻ വിചാരിച്ച് കണ്ടടിച്ചു പോയ ഗോപാലനായിരിക്കും. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത വെള്ളിയാഴ്ച വരാന്ന് പറഞ്ഞു. പിച്ചുമേ പറഞ്ഞ മനുഷ്യനെ പേടിപ്പിക്കില്ലേ? എനിക്ക് രാത്രി പണിയുള്ളതാ. എടാ, വടക്കോട്ടിലായിരുന്നു പറഞ്ഞ അവിടെയാണ് കേട്ടം. പിള്ളാച്ചന്റെ വീട്ടിലാണോ? അതെ, ഇത് പിടിച്ചേ. എടാ, നീ കൊറേ കാലം കൂടി ഒരു സഹായം ചോദിച്ചല്ലേ. ഇന്നാ ഇത് വെച്ചോ. അത് സാരമില്ല, ഇത് എന്റെ ഒരു സന്തോഷത്തിനാ. ഓ, എന്നായിരിക്കട്ടെ. ഇത് നിന്റെ സന്തോഷത്തിന്. ഇനി എന്റെ സന്തോഷത്തിന് 100 രൂപ തന്നെ. എന്റെ എലിപ്പ് ഇതേ ഉള്ളൂ. ഞാനിഞ്ഞ് പോയിട്ട് വല്ലതും കെട്ടിയെ കൊണ്ടുതരാം. ഓ, നീ കോപ്പ് ഇത് വിളിച്ചോടെ കിടക്കണ്ട പോയി ഫീസ്. എന്റെ കർത്താവേ, എനിക്ക് നാളെ കാലത്ത് അടിക്കാനുള്ള ഫീസ് ആണല്ലോ ശവമേ നീ ഊരിച്ചും പോയത്. എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. ശാന്തേ, ശാന്തമ്മേ. ആരാ ആരാ? ശാന്തേ, അയ്യോ താക്കോല് എവിടെ പോയി? ശാന്തമ്മേ, എടി ശാന്തമ്മേ, താക്കോൽ എവിടെ പോയി? താക്കോൽ നമ്പൂരേട്ടാ, ആരത്? ആരത്? ഉറങ്ങ അല്ല, നീ എന്താ ഈ സമയത്ത്? ആധാരം. ഇത് പിള്ളേച്ചൻ എങ്ങനെ? പിള്ളേച്ചൻ നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് ചോദിക്കാനും പറയുന്നത് ഞാൻ നിന്നില്ല. കാര്യം ഞങ്ങൾ ശത്രുക്കളൊക്കെ ആണെങ്കിലും എന്താണെന്നറിയില്ല, ഉറങ്ങുന്ന ഒരാളെ വിളിച്ചോണത്ത് ശല്യം ചെയ്യുന്ന എനിക്കിഷ്ടല്ല. എന്നാലും ഇത് ഇത്തിരി കടന്ന കൈയായി പോയി മാധവ.
അതൊന്നും കുഴപ്പമില്ല, നമ്മൾ രണ്ടാൾ മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ നാളെ തന്നെ ബാങ്കിൽ ചെന്ന് ലോണിന്റെ കാര്യം ശരിയാക്കണം. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ അയാളുടെ കാശാണ് തിരിച്ചു കൊടുത്തേക്കണം. നമുക്ക് അയാളുടെ കാശൊന്നും വേണ്ട. ഇതാ പിടിച്ച്. എന്തൊക്കെയായാലും ഞാനൊരു പോലീസുകാരനല്ലടാ. എന്നാ പിന്നെ പോലീസുകാരനെ നിങ്ങളുടെ അറസ്റ്റ് ചെയ്യും. അല്ല പിന്നെ പോലീസുകാരനായ കുറച്ചൊക്കെ തൻ്റെ ഇടം വേണം. ഇതൊരുമാതിരി പേടിത്തൂരി പോലീസ്. അതെ, പ്രഭയുടെ കല്യാണം ഈ ചേക്ക് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മാതിരി അടിപൊളിയായിട്ട് നടത്തണം. ആ അതൊക്കെ പോട്ടെ, നീ അങ്ങനെ അകത്ത് വന്നു? കള്ളൻ കാറ്റിനെ പോലെയാണ്, എവിടെയും എത്തും. ഒറ്റ വ്യത്യാസമുള്ളൂ, കാറ്റിന് ഉടൽക്കേണ്ട ആവശ്യമില്ല. മിടുക്കാ. ഞാനൊന്ന് നമ്പൂരിച്ചിനെ കണ്ട് ഒരത്യാവശ്യം. ഞാനെല്ലാം കേട്ടു. മാധവേട്ടന് എന്നെ ഇഷ്ടമാണെന്നാ ഞാൻ വിചാരിച്ചേ. ഇഷ്ടം ഇഷ്ടാണല്ലോ, അതാണല്ലോ ഞാൻ. ആ ഇഷ്ടമല്ല എനിക്ക്. ഞാൻ സാരല്ല, എന്റെ പൊട്ടുബുദ്ധിക്ക് വെറുതെ തോന്നിയതാവും. സാരല്ല. ഇതാ കണക്ക് പറയാനും തർക്കിക്കാനും ഒന്നും നിൽക്കണില്ല. പിള്ളേച്ചൻ പറഞ്ഞ തുക മുഴുവനുണ്ട്. സന്തോഷം. കിണ്ടി ഇവനിപ്പോ ഇവിടെ എന്താ കാര്യം? ഒന്നുമില്ല, ഒരു കൂട്ടിന് കൂട്ടിയെന്നുള്ളൂ. എടോ ഞാനുണ്ടോ? കള്ളന്മാരെങ്ങനെ കൂടെ കൊണ്ട് കിടക്കുന്നത് ഹെഡ് കോൺസ്റ്റബിൾമാർക്ക് അത്ര നല്ലതല്ല. ആധാരം എടുക്കാൻ പെട്ടിയൊക്കെ തുറക്കണം, കുറച്ച് സമയം പിടിക്കും. അതിനു മുമ്പ് എനിക്ക് ഇതൊന്ന് എണ്ണി നോക്കണം. ഓ ധൃതി പിടിക്കണ്ട, സാവകാശം എണ്ണി നോക്കോളൂ. കോളേജ് പഠിത്തൊക്കെ എങ്ങനെയുണ്ട്? ഡിഗ്രി കിട്ടാത്ത മുട്ടയിടോ? നീ പൊടി നമ്പൂരിച്ച വരണ്ട, അതോ ഞാനിങ്ങോട്ട് വരണ? പോകാണോ? ആധാരം വേണ്ടേ? അതൊക്കെ എപ്പോഴേ കിട്ടി ബോധിച്ചു. അതൊക്കെ എപ്പോഴേ കട്ട് ബോധിച്ചു. എന്താ എന്തു പറ്റി? സുഖല്ലേ? മാധവന്റെ ആധാരം ഇവിടെ ഉണ്ട്, കുടിക്കാൻ കുറച്ച് വെള്ളം ഉണ്ടോ? രമണി, മാധവൻ ഈ പറയുന്ന ഗംഗാധരൻ നായരുടെ മകനാണ് അല്ലേ? അതെ, ഇന്ന് വരെ അവൻ പലിശ ഒന്നും മുടക്കിയിട്ടില്ല. സാധാരണ ബ്ലേഡിന്റെ ഡബിൾ ആണേ വലിക്കുന്നത്. അത് കുഴപ്പമില്ല, ഈ പ്രോനോട്ടാണ് നമ്മുടെ ബലം. എപ്പോൾ ആവശ്യപ്പെട്ടാലും തിരിച്ചു തന്നുകൊള്ളാമെന്ന ഉറപ്പിന്മേൽ കൈവായ്പ കൊടുത്തതായിട്ടാണ് രേഖ. അതെ, ഈ തുക മൊത്തമായിട്ട് തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടാൽ ഉടനെ എടുത്തു തരാൻ ഈ മാധവന്റെ കയ്യിൽ കാശുണ്ടാവുമോ? അതെന്തായാലും ഉണ്ടാവില്ല. എന്നാൽ ആ വീടും പറമ്പോ നിങ്ങൾക്ക് കിട്ടും. എന്ന് വെച്ചാ വക്കീലിന്റെ മിടുക്ക് പോലെ ഇരിക്കും. കേസ് കഴിയുന്നവരെ കടലാസൊക്കെ ഇവിടെ ഇരിക്കട്ടെ. മാധവനൊരു മോഷ്ടാവാണേ. കേസ് നടക്കാൻ പോണതും വക്കീൽ ആരാണെന്നും ഇത് കോടതിയിൽ എത്തുന്നത് വരെ അവൻ അറിയാതിരിക്കുന്നതാണ് നല്ലത്. മൂന്നരണി അങ്ങോട്ട് എടുത്തു വെക്കേ. വക്കീലെ, ഇത് ഭദ്രമായിട്ട് എവിടെങ്കിലും. പിള്ള പേടിക്കണ്ട, അലമാരിയിൽ വെച്ച് പൂട്ടും. എന്നിട്ട് താക്കോല് കേട്ടോ, ഇവിടെ നീ താക്കോൽ എടുക്കാൻ മാത്രം മിടുക്കുള്ള കളനാണെങ്കിലേ അതവ കൊണ്ടുപോട്ടേന്ന്. നാരായണ നാരായണ. ശ്രദ്ധിക്കൂ. വാവുള്ളിൽ കൃഷ്ണൻകുട്ടി നായർ മകൻ, പൂവത്തിങ്കൽ ഗംഗാധരൻ നായർ മകൻ മാധവൻ നായർ, സർവേ നമ്പർ 168 12. ഞാൻ മുകുന്ദനുണ്ണി, വക്കീല. കോട്ടക്കെട്ട് കണ്ടില്ലേ? കോട്ടയ്ക്കുണ്ട്, പക്ഷേ വിശ്വാസം ഇല്ലേ? ഒറ്റ മിനിറ്റ്. Look at that. I object, Your Honor. Yes, my lord. That's all, Your Honor. അതെ, എനിക്കൊരു ലുക്കില്ലാന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ബുദ്ധിയാ. ഈ മാധവ് നായർ, ഈ മാധവ്ജി. അതെ, കൃഷ്ണവിലാസിന് ഭഗീരഥൻ പിള്ള എന്ന ആളെ നിങ്ങളുടെ വീടും പറമ്പും കോടതി വഴി തട്ടിയെടുക്കും. മിസ്റ്റർ മാധവൻ നായർ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി ഈ കേസ് ഞാൻ വായിച്ചിരിക്കും. പ്ലീസ് എന്നെ രക്ഷിക്കണം. എനിക്ക് തന്നെ ഈ കേസ് തരണം. മാധവൻ നായർ ചേട്ടനൊന്നും പറഞ്ഞില്ല. ഈ കേസിന് കോടതി പോരാ, പട്ടാള കുറച്ചും കൂടി നല്ലത്. പട്ടാളോ? ദൈവമേ, ഈ കേസ് അതിർത്തി വിട്ട് പോവേടാ. എന്തോ? ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നായി. ഞാൻ അങ്ങോട്ട് വന്നിട്ട് താൻ ഇങ്ങോട്ട് പോന്നാ മതി. ഓഹോ, പതുക്കെ.
കേസിനുള്ള യോഗമൊക്കെ ഒത്തു വന്നിട്ട്. ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. ഒന്ന് പോടോ. എന്താ പുരുഷേട്ടൻ പോയോന്നറിയാനുള്ള തന്ത്രപ്പാടില്ല. പേടിക്കണ്ട, ഓലപ്പടക്ക തോക്കല്ല. എനിക്കെതിരെ കേസ് കൊടുത്തൊക്കെ ഞാൻ അറിഞ്ഞു. അതിന് പകരമായിട്ട് നിങ്ങളുടെ ചുറ്റിക്കളിയുടെ കാര്യമൊക്കെ ഒന്ന് പുരുഷനോട് പറയാൻ വേണ്ടി വീട്ടിൽ പോയതാ. ആ എന്റെ കഷ്ടകാലം. അങ്ങേര് വെളുപ്പിനത്തെ ട്രെയിനിന് ഡെറാഡൂണിലേക്ക് തിരിച്ചുപോയി. ആ ഇനി 1 വർഷം എടുക്കും പുരുഷന് ലീവ് കിട്ടാൻ. 1 വർഷം പഞ്ചാര എണ്ണയും കുറെ പോവും. ഏത് നേരം ഇതിങ്ങനെ മിനുക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാ? കിടക്കണ്ടേ? സരസു, സരസ്, ഇതിന്റെയൊക്കെ വായിലിട്ട് 6 ഒരിക്കൽ ഒഴിച്ചു കൊടുക്കണം. മനുഷ്യന് മനസമാധാനമായിട്ടൊരിടത്ത്. പുരുഷ എന്നെ അനുഗ്രഹിക്കണം. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമായല്ല. ചില ഭാഗങ്ങളിൽ ഓട്ടം ചെല്ലുന്നില്ലടോ. ആ ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കൊള്ളും. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒന്ന് കുനിഞ്ഞു. ഏതോ ഒരു അജ്ഞാത ശക്തി. പിന്നൊന്നും ഓർമ്മയില്ലടോ. ആ കുനിഞ്ഞ മർമ്മം അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ച? എന്തിനാ കുനിഞ്ഞത്? നീ വരാൻ വേണ്ടി കുനിഞ്ഞതാ. ദൈവമേ, ഇതെന്താണ്? കഴുത്തുളുക്കുള്ള സംസ്ഥാന സമ്മേളനം ഉണ്ടാ? അല്ലടാ, നിന്റെ അപ്പൂപ്പന്റെ 16 പോവാ കുട്ടിത്ത വാങ്ങേ. എന്നിട്ട് അച്ഛൻ അവനെ ഒന്നും ചെയ്തില്ലേ? ഇരുട്ടടിയായിരുന്നില്ലേ, ഒന്നും കാണാൻ മേലായിരുന്നു. 5-6 പേരുണ്ടായിരുന്നു എന്നാ തോന്നുന്നേ. ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തല്ല് ജയിക്കാമായിരുന്നു ഇല്ലേ? ആ താനും കൂടെ ഉണ്ടായിരുന്നു, തനിക്കും കിട്ടിയ എന്നെ തല്ല്. 5-6 പേരില്ലായിരുന്നോടോ. ഓഹോ, അപ്പൊ പിന്നെ ഞാൻ ഇല്ലായിരുന്നു, നന്നായി. ആ ശാന്തം. എന്നിട്ട് 3-4 പേര് ചേർന്ന് എന്റെ കൈ പിന്നിലേക്ക് പിടിച്ചു കെട്ടി. കൈ പിന്നിലേക്ക് പിടിച്ചു കെട്ടുമ്പോ പെടലി എങ്ങനെ പെടലിന്നല്ലേടോ കൈ മുളയ്ക്കുന്നത്. ആ മാധവന് സുഗണനൂടെ ചേർന്ന എന്നെ ചാമ്പിയത്. അല്ല, അടി തുടങ്ങുമ്പോ ഇരുട്ടായിരുന്നല്ലോ. ഇരുട്ടടി ഒന്നും കാണാൻ പാടില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. അല്ല, മാധവൻ എനിക്ക് ഏത് ഇരുട്ടത്തും തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അവന്റെ കൈയും കാലും തല്ലി ഒടിച്ചെടുത്ത തോട്ടിലേക്ക് ഇടണം. ഈരാറ്റ് താഴത്തുള്ള തമിഴൻ ചെക്കന്മാരെ ഒന്ന് പറഞ്ഞിളക്കിയാ മതി, ബാക്കി അവര് നോക്കിക്കോളും. ഡിഫൻസ് ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ കോടതി സമൻസ് വരും. സൈക്കിളിന്റെ സ്പീഡ് കുറച്ച് നിസ്സാര കാര്യമല്ല. മാധവൻ നായർ, ഞാൻ പറയുന്നത് കേക്ക്. അയ്യോ അയ്യോ, ഇന്നത്തെ പല്ലിയായിട്ട് സൈക്കിൾ റാലി. അയ്യോ,
മാധവല്ലേ അത്? മാധവൻ നായർ escape! ഏയ്, ഒരാളെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നത് കുറ്റകരമാണ്. 5000 രൂപ പിഴയും 6 മാസം കണ്ടതറവും. ആര് കെട്ടും? ആര് വാദിക്കും? അയാൾ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി. ഹൈ, ഒറ്റ മിനിറ്റ്. മാധവന്റെ വക്കീല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാം. അയ്യോ, അബേ, വക്കീലിനെ ചവിട്ടി മക്കാക്കില്ല. അയ്യോ, 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 അയ്യോ. ദേ നിയമത്തെ വെള്ളത്തിലെറിയാൻ പോണേ. ഇത് കഴിഞ്ഞില്ലേ? ഇതൊക്കെ എന്റെ മോള് കോളേജിൽ പോയി പഠിച്ച വിദ്യകളാണോ അത് ഈ വിത്തിന്റെ ഗുണം കാണിക്കണം? താമ്പില് ഹീറോ എന്നൊന്നും വിചാരിക്കണ്ട. ഇല്ല, ഞാൻ ഹീറോ അല്ല, വില്ലനാ. നിന്റെ അച്ഛന്റെ വില്ലൻ. നിനക്ക് ഞാൻ വച്ചണ്ടേ? നീ പോടാ മീശേ. ഓടി ഗുണ്ടുമുളകെ. അവൻ മീശ പിരിച്ചത് കണ്ടോ? ഇന്ന് രാത്രി അവൻ വീട്ടിൽ വരും, ഉറപ്പാ. ഓഹോ, മീശ പിരിച്ചാൻ വരുമോ? എന്നാ വരട്ടെ, ഇത് അവന്റെ അവസാനത്തെ വരവായിരിക്കും. ഇതൊക്കെ വല്ലത് ഏക്കോ മോളെ? എനിക്ക് സംശയമുണ്ട്. അവന് ചില്ലറ കൂടോത്രമൊക്കെ ഉണ്ടെന്നാ കേൾവി. അവനിന്ന് വരൂന്ന് ഉറപ്പാണോ? മീശ പിരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരുമെന്ന് ഉറപ്പാ. അത് മുറുക്കി കെട്ടണേ. മോളെ ഗോട്ടി. ഹായ് ഗോട്ടി. അവൻ വരുന്നത് വരെ നമുക്ക് ഗോട്ടി കളിക്കാം. കഴുത. അമ്മ എങ്ങനെ രാത്രി എണീറ്റ് വന്ന തട്ടി തടഞ്ഞ ആകെ പുലിവാലാവും. ഓ, കാട്ടില് കണ്ടാ പിന്നെ അവള് ശവ. പിള്ളേച്ച, ശവത്തെ കുത്തരുത്. ആ വീടുകളാ, അതിന്റെ പ്രകാശത്തിൽ എന്റെ മുഖം തിരിച്ചറിയും. നിന്റെ മോൻ തിരിച്ചറിയണി പന്തം കത്തിക്കേണ്ടി വരും. അപ്പൊ എന്റെ താടി കരിയില്ലേ? എന്തിനാ ഇത്രയും കവച്ചു വെക്കണത്? ഒച്ചുണ്ടാക്കല്ലേ? എന്നെ ഒഴിവാക്കിയിട്ടുള്ള ഇവന്മാരുടെ പരിപാടി എന്താണെന്ന് അറിയണം. മാധവൻ നായർ എങ്ങാൻ ഭഗീരഥൻ പിള്ളയുടെ മുമ്പിൽ ചെന്ന് പെട്ട വിലക്കുറപ്പ. ആ ജീവനാന്തം വിലക്കുറപ്പ. ഇല്ല, ഞാൻ അനുവദിക്കില്ല. ഈ മുകുന്ദനുണ്ണി അനുവദിക്കില്ല. മാധവൻ നായർ എന്തിലോ വീണു. മധുരമില്ലാത്ത പായസം പോലെ.
ഇതെന്താ പിള്ളേച്ച കണ്ണിൽ 2 മുള വെച്ചിരിക്കുന്നത്? മോളയല്ലടോ, ഈർക്കില, കണ്ണടയാതിരിക്കാൻ. അയ്യോ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ സുഖില്ലാതെ കിടന്നപ്പോ അച്ഛന്റെ കണ്ണിൽ 2 ഇറുക്കിൽ വെച്ചാൽ മതിയായിരുന്നു. അച്ഛന്റെ കണ്ണടയിലായിരുന്നു. ഇതെന്താ പിള്ളേച്ച വെള്ളം? വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുടിക്കാനല്ലടോ, തണുത്ത വെള്ളം. ഇങ്ങനെ കാല് മുക്കി വെച്ചാ ഉറക്കം വരില്ല. ഒഴിക്ക്. പേടിക്കണ്ട, ഞാനാ. ലോനപ്പൻ ചതിച്ചു, ഈ സൂര്യയില്ല. ഏയ്, ലോനപ്പെട്ടൻ ചതിക്കില്ല. അയ്യോ, എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷപാടാ എനിക്ക് ഒഴിച്ചെന്ന്? അയ്യോ, എന്റെ കാഴ്ച പോയി. ഒഴിച്ചു തന്നാലും കാഴ്ച പോവോ? ചിലപ്പോ ലോനപ്പൻ ബാക്ക് വലിച്ചു. ഈ അച്ഛാ, ഒച്ച വെക്കല്ലേ. എന്റെ കണ്ണു പോയടി മോളെ. കണ്ണു പോയതല്ല, കറണ്ട് പോയതാ. നിങ്ങടെ വരുവോ? പാവം ബ്രാൻഡിയെ സംശയിച്ചു. തെങ്ങും ബ്രാൻഡിയും ചതിക്കില്ല പിള്ളേച്ച. കണ്ണിന്നാ കുന്തെടുത്ത് കള. വേണ്ടി വെള്ളത്തിൽ കാലം വെച്ച് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നല്ല കനല്. എവിടെ പോണ് മുട്ടിലിറങ്ങി? ആരാണെന്നാ ഒരു പേ പിടിച്ച. എന്തിനാടോ ഈ വിളക്ക് കൊടുത്തോണ്ട് വന്നേ? കള്ളം വന്നാ കാണാൻ വേണ്ടിയാ. കള്ളം നമ്മളെ കാണില്ലേ? അതെങ്ങനെ? കറണ്ട് പോയിരിക്കല്ലേ? കൊണ്ടുപോയി അകത്ത് വെക്കണോ? കതറിട്ട കഴുത. വെറുതെ റേഷൻ തീർക്കാൻ നടക്കുന്ന ഒരു മെഷി. ഇതിങ്ങനെ ഒടിഞ്ഞു വന്നത്? നടു അയ്യോ, എന്ത് പറ്റി പിള്ളേച്ച? ഉള്ളാടി പപ്പന്റെ ബാധ കയറിയോ? കാൽ ഹാഫ് ബോയിലായടോ. കാലിന്റെ അടിഭാഗം പൊള്ളിന്ന്. വന്നു. പുറത്തിറങ്ങാണെങ്കിൽ വിടരുതവനെ. താനിവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നോണം. താനിങ്ങോട്ട് പോന്നു. ഞാൻ അടുക്കള വരെ പോണേ. എണ്ണ എടുത്ത് ഒഴിക്കണ്ടേ? എണ്ണ ഇവിടെ നില്ലടോ. അവൻ കെണിപ്പെട്ട ഒന്നേ നോക്കിയിട്ട് വരാം. ഈ പോത്തത് എവിടെ പോയി കിടക്കുക? എടാ മാധവ, ഇങ്ങനെ ഇറങ്ങി വാടാ. പിള്ളാച്ചന്റെ വീട്ടിൽ കക്കം 15 മിനിറ്റ് മതിയെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഫീസ് ഊരി തന്നത്. ഇലക്ട്രിസിറ്റി ബോർഡ് നിന്റെ അപ്പന്റെ പകരടാ. നീ പറയുമ്പോ കുത്താനൂരെ ഞാൻ നിന്റെ അപ്പന. എടാ മാധവ, ഞാൻ ഫീസ് കൂട്ടാൻ പോകുകയാണ്. അവസാനം പിള്ളാച്ചൻ പിടിച്ചു എന്നും പറഞ്ഞ് കംപ്ലൈന്റ് ആയിട്ട് എന്റെ അടുത്ത് എങ്ങാനും വന്ന. എന്താ കംപ്ലൈന്റ്? സിവിലാ ക്രിമിനലാ? ഇവനൊന്നും മനുഷ്യനെ കണ്ടില്ലേ? ചെന്തു വണ്ടിയോ? അവളുടെ കെണിയായിരിക്കും. സൂക്ഷിച്ചില്ലെങ്കിൽ ആരാ? അയ്യോ, എന്തൊക്കെയുണ്ട് കൊച്ചിനേട്ടാ കായംകുളത്തെ വിശേഷങ്ങള്? നിന്റെ അച്ഛൻ പറ്റൂ. അച്ഛാ, ദേ കായംകുളം കൊച്ചിനേട്ടൻ വന്ന് വീണിട്ടുണ്ട് കേട്ടോ. ഓടി.
എവിടെ അതെ ഒന്നുമില്ല, കാലൊന്ന് പൊള്ളി, തൊലി പോയി, സാരമില്ല. നീ അയൽക്കാരേക്ക് ഒന്ന് വിളിക്ക്, മീശയുടെ തൂക്കം ഒന്ന് കാണട്ടെ. എന്ന നാട്ടുകാരെ മുഴുവൻ വിളിക്കുക, എനിക്ക് അവരോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താണ് ഇവിടെ ഒന്നുമില്ല ശാന്തമേടത്തി, ഞാൻ രുക്മിണി വിളിച്ചിട്ട് വന്നതാ. അല്ലല്ല, ഞങ്ങള് തമ്മിൽ ലവ്വാ. ഇതിനു മുമ്പ് ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അയ്യോ, അതുകൊണ്ട് പിള്ളേച്ചനെ അറിഞ്ഞിട്ട് എന്നെ എലിക്കടി വെച്ച് പിടിച്ചിരിക്കുക. നോണേ ശാന്തമേടത്തി, എന്നെ പിടിക്കാൻ വരുന്ന നാട്ടുകാരിന്ന് എന്റെ തടി രക്ഷപ്പെടുത്തണ്ടേ? ഓ പിന്നെ നീ പറഞ്ഞ നാട്ടുകാര് വിശ്വസിക്കുമോ? വിശ്വസിക്കും പിള്ളേച്ച, ചെവി കിടുതാ. വേണ്ട, നീ കടിച്ചു പറിക്കും. എന്നാ പിന്നെ എന്നെ ഉറക്ക വിളിച്ചു പറയാം. പറഞ്ഞോ. ഏയാ ചേച്ചി മോളും കേട്ടാ? അല്ല വേണ്ട, ചെവി തരാം. പറഞ്ഞു തൊലക്കടാ. നാട്ടുകാരെ വിളിച്ച പിള്ളേച്ചന്റെ കഴുത്തെങ്ങനെ ഉളിക്കെന്ന് എനിക്ക് പറയേണ്ടി വരും. പറയട്ടെ, ഭാര്യ മോളും കേട്ട ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. രുക്മിണിയായി, അയൽക്കാരെ വിളിക്കുമ്പോ പട്ടാളം പുരുഷായിട്ട് വിളിക്കാൻ മറക്കല്ലേ. തോക്കെടുക്കാൻ പ്രത്യേകം പറയണേ. വേണ്ട മോളെ, അവൻ തോക്കുമായിട്ട് വന്ന് നടുമുറ്റത്തൊരു ശവം വീഴും. നമുക്ക് ഇനിയിപ്പോ വിടാം, പിന്നെ സൗകര്യം പോലെ പിടികൂടാം. ഓം താരാബീജലി കൊൺബലവത്തന കാപ്പലുമയത്തും തോം തോം തോം. നല്ല സ്ത്രീധനം തന്നിട്ട് തന്നെയാ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത്. ഇപ്പൊ വീടുണ്ടാക്കാനുള്ള സ്ഥലവും എന്റെ അമ്മ തന്നില്ലേ? എന്താ സിന്ധു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെന്താ, ആരുടെയും ചക്കാത്തൊന്നും അല്ലല്ലോ. വിശ്വേട്ടന് അവകാശപ്പെട്ട ഷെയർ അല്ലേ ചോദിച്ചത്? അവകാശപ്പെട്ടൊക്കെ എല്ലാവർക്കും തരും. മാലതിയുടെ കല്യാണം കഴിയാതെ ഈ വീടും പറമ്പും വായിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. എന്ത് പറഞ്ഞാലും ഒരു മാലതിയുടെ കല്യാണം കൊണ്ടുവരുന്ന ആലോചനകളൊക്കെ എന്തെങ്കിലും മുട്ടുനായം പറഞ്ഞ് തട്ടിക്കളയുകയും ചെയ്യും. അപ്പൊ പിന്നെ സ്വത്ത് വായിക്കണ്ടല്ലോ. ഏടത്തി ഇപ്പൊ എന്ത് പറഞ്ഞാലും ശരി, ഇതിപ്പോ ഭാഗം വെക്കാൻ പറ്റില്ല. മാധവ, അവിടെ നിൽക്ക്. എല്ലാം സ്വയം അങ്ങോട്ട് തീരുമാനിക്കാൻ നീ ആരാ? ഭാഗം നടക്കും. നാളെ രാവിലെ ഭൂമി അളക്കാൻ ആള് വരും. ഓഹോ, അപ്പൊ അല്ലേ ഏർപ്പാടാക്കിട്ടാ വന്നിരിക്കണല്ലേ? അതെ. വിശ്വ, അമ്മ എതിരൊന്നും പറയണ്ട. എന്റെ തീരുമാനങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും വില ഉണ്ടോന്ന് എനിക്കൊന്നും അറിയണല്ലോ. ഒന്നിനുമില്ല എന്ന് വെച്ച് ഞാനായിട്ട് ഒതുങ്ങി മാറി നിന്നപ്പോ നീ അങ്ങോട്ട് വലിയ ആളായി. ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന തേങ്ങേരയോ അടക്കേരോ കണക്ക് നോക്കാനോ ആദായം പറ്റാനോ ഞാനിതുവരെ വന്നിട്ടില്ലല്ലോ. ഇനി അവനവൻ അവകാശപ്പെട്ട സ്വത്തും വാങ്ങി സ്വന്തം കാര്യം നോക്കി നടത്തിയാ മതി. അമ്മയും മാലതി ഞാൻ നോക്കിക്കോളാം. നീ കക്കേ കൊള്ളയടിക്കേ എന്ത് വേണേ ചെയ്തോ. ശരിയാ, മാധവൻ കള്ളനായന്റെ പേരില് വേറെ ആരും ദുരിതാനുഭവിക്കണ്ട. ഇനി എല്ലാ ഏട്ടൻ തന്നെ നോക്കി നടത്തിക്കോ. എനിക്ക് സ്വത്തും ഭാഗം ഒന്നും വേണ്ട. മാധവ മതി, അകത്ത് കയറിപ്പോ. അതല്ലമ്മേ, ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ച സ്വത്തിന്റെ കണക്കുകള് ഏട്ടനെ അടുത്തേക്കൊന്ന് അറിയണം. പറമ്പിലെ തേങ്ങയുടെയും അടക്കയുടെയും കണക്കൊക്കെ ഏട്ടൻ വന്നിട്ടില്ല. ശരിയാ, ഇവിടെ 3 ആത്മാക്കൾ എങ്ങനെ ജീവിക്കുന്നെന്ന് ഏട്ടൻ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഓണത്തിനും സംക്രാന്തിക്ക് അമ്മയ്ക്ക് ഓരോ മുണ്ടും വേഷ്ടിയും കൊടുക്കാന്നല്ലാതെ വേറെ എന്തെങ്കിലും ഏട്ടൻ ഈ വീടിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? മാധവൻ കള്ളനാ എങ്ങനെയായത്? ആ പഴയ കഥകളൊന്നും ഏട്ടൻ അറിയില്ല. ഈ വീടും പറമ്പും പണയം വെച്ച് അച്ഛൻ വാങ്ങിയ കടം പെരുകി ഒടുവിൽ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നു വന്നപ്പോ 12ാമത്തെ വയസ്സില് മാധവൻ കള്ളനായി. ചുങ്കത്തറയിലെ മേമയുടെ വീട്ടിൽ നിന്ന് പഠിക്കായിരുന്ന ഏട്ടനെ ഇതൊന്നും അറിയിച്ചിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെ. മാധവൻ പഠിപ്പ് നിർത്തി കക്കാനിറങ്ങിയത് പഠിത്തത്തിൽ മോശമായിട്ടല്ല, ഏട്ടന്റെ പഠിപ്പ് മുടങ്ങാണ്ടിരിക്കാനാ. കഴിഞ്ഞ 15 വർഷമായി മാസം തോറ പിള്ളേച്ചന് എണ്ണി കൊടുക്കുന്ന തുക എത്രയെന്നറിയോ? ഏട്ടന്റെ 1 മാസത്തെ ശമ്പളത്തേക്കാൾ കൂടുതലാ. പിള്ളേച്ചന് കൊടുക്കാനുള്ള തുക മൊത്തമായി കൊടുത്തില്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങണമെന്നും കാണിച്ച് കോടതിയിൽ നിന്ന് വന്ന നോട്ടീസാ. ഏട്ടന് ഭാഗം വെച്ച് തരാൻ തൽക്കാലം ഇപ്പോ എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. അമ്മേ, അമ്മ വിഷമിക്കണ്ട. അച്ഛനെ അടക്കം ചെയ്ത മണ്ണ് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതിനുവേണ്ടി എന്ത് കടുങ്ങയും ചെയ്യേണ്ടി വന്നാലും. എന്ത് കടുങ്ങയ്യാ നീ ചെയ്യാൻ പോണത്? പിള്ളേച്ചൻ ഈ സമ്പാദിച്ചു കൂട്ടുന്നതിന്റെ യഥാർത്ഥ അവകാശിയാരാ? ആരാ? അയാളുടെ ഒരേ ഒരു മകള് രുക്മിണി. അത് ശരിയാ. അപ്പൊ എന്റെ വീടിന്റെ ആധാരത്തിന്റെ അവകാശിയാരാ? ആരാ? രുക്മിണി. അതെ, അതിന് അവളെ ഞാനവിടെ പ്രേമിക്കും. പ്രേമിച്ചു ഞാൻ അവളെ കൊണ്ട് പറയിക്കും, മാധവേട്ടനെ കെട്ടണം, മാധവേട്ടനെ കെട്ടണം. അവസാനം ഞാൻ അവളെ കെട്ടും. അതോടെ എന്റെ പ്രശ്നം തീർന്നില്ലേ? മാധവ, സ്റ്റേഷനിലേക്ക് രണ്ട് കസേര വേണല്ലോ. സർക്കാരിന്റെ അടുത്ത് പൈസ ഇല്ലേ? ഗോദ്രേജിന്റെ ഇല്ല, തേക്കിന്റെ ആയാലും മതി. ഞാൻ ആ പിഷാരടിയുടെ അവിടെ 2 കണ്ടുവച്ചിട്ടുണ്ട്. ഓഹോ, കേസെടുക്കരുത്.
പുതിയ എസ് ഐ ഇന്ന് ചാർജ് എടുക്കുമെന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു നമ്മുടെ പയ്യനാ. ഇതാണ് ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നമ്പൂതിരി. കള്ളന്റെ കയ്യില് താക്കോല് കൊടുക്കാന്ന് കേട്ടിട്ടുണ്ട്. തൊപ്പി കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. അത് ലാത്തിയും കയ്യും ഒരേ ചോറില. ഇവനാണ് ഇവിടുത്തെ പ്രസിദ്ധനായ കള്ളൻ. ഇവർ രണ്ട് ശരീരവും ഒരു ആത്മാവുമാണ്. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? എന്തോ ഞാനേ റിട്ടയർഡ് കള്ളൻ, ഇവന്റെ ഗുരു മുള്ളാണി പപ്പൻ. അതെ, പെൻഷൻ പറ്റിരിക്കുക സാറേ. കാല് നിറയെ ആണിയ, പഴയതുപോലെ ഓടാൻ വയ്യ, അതുകൊണ്ടാ. എന്താടാ നിന്റെ പേര്? മാധവൻ. വലിയ നായരാ. അച്ചു നമ്പൂരി സ്റ്റേഷനിലേക്ക് ചെല്ല്, നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാം. ഓ, വട്ടപ്പേര് പറയടാ. മീശ മാധവൻ. ഇവൻ ആരെങ്കിലും നോക്കി മീശ പിരിച്ചാൽ അന്ന് രാത്രി അയാളുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചിരിക്കും. അതാ മീശ മാധവൻ. ഓഹോ, എന്നാ മീശയൊന്ന് പിരിച്ചേ, ഒന്ന് കാണട്ടെ. സാറാവൻ പിരിച്ച അച്ചു നമ്പൂരി. സാറാ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. പോയി പിരിക്കടാ. മീശ മാധവൻ കൊള്ളാം, സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പോ നാളെ നമ്മൾ കാണുമ്പോ ആ മീശ അവിടെ കാണരുത്. വടിച്ചിട്ട് വരണം, ക്ലീൻ ഷേവ്, മനസ്സിലാടാ? പഠിച്ചിട്ട് വാടാ. வணக்கங்க. நாங்க ஒரு பெரிய தீர்த்தாடனை செஞ்சிட்டு இருக்கேன். இந்த முனியாண்டி போன ஜென்மத்திலே பெரிய தப்பு பண்ணிட்டான்னு தஞ்சாவூர்ல ஓலை பார்த்து சொன்னாங்க. அதுக்கு பரிகாரமா தென்னிந்தியாவில இருக்கிற எல்லா கோயிலுக்கும் போய் ദർശനം പണിക്കിട്ട് വാറോ. എന്നാ തൊഴുതിട്ട് വരിക. വിളിച്ചാ വിളിയേക്കണ സാമ്യ. നന്നായി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ. ഉദ്ദേശ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും. ചരച്ചുവോ മീശ മാധവ? ആ മോന്തായി ഒന്ന് കാണട്ടെ. നല്ല ഇസ്തിരിപ്പെട്ടി പോലെ ഇരിക്കും. ഒന്ന് കാണട്ടെ. ഈ കുട്ടി ചിരിക്കും. അവൻ വടിച്ചില്ല. മീശ മാധവനോട് മീശ വടിക്കണമെന്ന് പറഞ്ഞില്ലേ? അവൻ വടിച്ചില്ല. അവൻ അവിടെ കറങ്ങി നടക്കാൻ. ത്രിവിക്രമ, മാധവനെ സാർ വിളിക്കുന്നു പറ. അവൻ എന്തൊരൊച്ച, അഹങ്കാരി. അല്ല മാധവൻ സാറ് പറഞ്ഞിട്ട് മീശ എടുത്തില്ല എന്ന് വെച്ചാൽ അവൻ ആരാ മോൻ? തീലി വലിച്ചു നോക്കി കേട്ടല്ലോ. നമസ്കാരം. എന്താടാ മീശ വടിക്കാത്ത? വടിക്കണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? കൃഷ്ണക്കണിയാരെ. ഞാൻ പ്രശ്നം വെപ്പിച്ചു സാറേ. ഇപ്പൊ മീശ വടിച്ച മാനഹാനിയാണത്ര ബലം. പിന്നെ എന്റെ അമ്മയും പറഞ്ഞു മീശ വടിച്ച എന്നെ കാണാൻ ഒരു ഭംഗിയില്ലെന്ന്. അത് പോട്ടെ, മീശ വടിച്ച മുഖം ഇസ്തിരിപ്പെട്ടി പോലെ ഇരിക്കുന്ന പിള്ളേച്ചനല്ലേ എന്നോട് പറഞ്ഞ? അല്ലെങ്കിൽ ഞാൻ വടിച്ചാനേ അല്ലടാ. സാറിന്റെ മനസ്സ് നല്ലതാ. സാറിനെ മൂപ്പിച്ചിട്ട് അവർക്കെല്ലാം കൂടി എന്നെ കളിയാക്കി ചിരിക്കാനാ. അങ്ങനെ ഇപ്പൊ വേണ്ട. സാറ് ഒരു തമാശ പറഞ്ഞാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. ആ പിള്ളേച്ചൻ അത് കാര്യമായിട്ട് എടുത്തിരിക്കുക. ഒരുപാടങ്ങ് ഓലത്തല്ലേ. മീശ പിടിച്ചു വലിച്ച ഭയങ്കര വേദനയാണ് സാറേ. വേദനിപ്പിക്കണ്ട സാറേ, വേറെ വഴിയുണ്ട്. ത്രിവിക്രമ, എന്തോ പോയി ബാർബർ പുഷ്കറിനെ വിളിച്ചോണ്ടോ. ഇവന്റെ മീശ ഇവിടെ വെച്ച് ഇപ്പൊ പഠിക്കണം. ഇന്നത്തെ ദിവസം അതും കാവടി എടുത്തേക്കുമ്പോ അവന്റെ മീശ പഠിപ്പിക്കുന്നത് ശരിയല്ല പിള്ളേച്ച. ദൈവകോപം ഉണ്ടാവും. പ്രശ്നാവും സാറേ, അത് വേണ്ട. സാറാണെങ്കിൽ ഒരു അന്യജാതിക്കാരനാ. ആ പോടോ, ഒരു കോപ്പുമില്ല. ഇവനൊക്കെ ഇവന്റെ സൈഡാ സാറേ. മൂക്കിന് താഴെ ഇച്ചിരി രോമം, വെറും പൂട. അത് പഠിച്ചാലും പിന്നെയും കെളുത്തു വരും. അത് വിട്ടുകള സാറേ. അതെ,
അമ്പലപ്പറമ്പിൽ സിഗരറ്റ് വലിക്കാൻ പറ്റില്ല. അത് കളഞ്ഞേക്ക് സാറേ. അല്ലേലും വലി കുറയ്ക്കുന്നതാണ് സാർ നല്ലത്. പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തളി പാത്തുമ്മ അവളുടെ നെഞ്ച്. അല്ല മോനെ, അന്നെ കാണാൻ നമ്മള് പൂരപ്പറമ്പിലേക്ക് വരികയായിരുന്നു. അന്റെ മാലതീന്റെ രാസുകുമാരനെ കിട്ടിയിടോ. ഓള് ചെമ്പ്രയില് ടേപ്പ് പഠിക്കാൻ പോയിരുന്നില്ലേ? അപ്പൊ കണ്ടിഷ്ടായതാണ്. അന്ന് ഓൻ അവിടെ ഒരു പീടികയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കായിരുന്നു. വേറെ 2 കൊല്ലം കൊണ്ട് ഓൻ സ്വന്തമായിട്ട് പീടിക വെച്ച്. അപ്പൊ ആള് മുടുക്കനാണാ. അപ്പൊ മറ്റേ കട കൂട്ടി കാണും. മാധവന് പറ്റിയ കമ്പനിയാ. ചേലിക്കുള്ള ഓരോ അമുക്കുള്ള കൂട്ടുകെട്ടാണ് മോനെ അന്നെ പടക്കാക്കണത്. നല്ല തങ്കപ്പെട്ട ചെക്കനാണ്. പെണ്ണിനെ കാണാൻ ഓന്റെ കുടുംബക്കാര് വരുന്ന ആഴ്ച ഒരു ദിവസം കെട്ട് വരുന്നുണ്ട്. ഇത്ത കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടില്ലേ? ഒടുക്കം അവള് കണ്ട് മോഹിച്ചിട്ട് എല്ലാം കഴിയുമ്പോ ആങ്ങളെ കള്ളനാണെന്നും പറഞ്ഞ് മാറിപ്പോയാ ഇനി ഒരിക്കൽ കൂടി അവൾക്ക് താങ്ങാൻ പറ്റില്ല. അവക്ക് പറ്റിയാലും എനിക്ക് പറ്റില്ല. മാണ്ട, നാളെ വെളുപ്പിന് ഞമ്മക്ക് ചെമ്പറത്തറ്റം വരെ പുക. എന്താച്ചാ അതിന്റെ മട്ടം പോലെ ഇയ്യൻ അങ്ങോട്ട് പറഞ്ഞോ? എന്തേ തമ്പുരിച്ച? അതെ, അതാ എന്റെ ശരി. മോളെ ഇച്ചിരി നല്ല വെള്ളം ഇങ്ങടുത്തെ. അമ്മ കണ്ടേ സന്ധ്യാനേരത്ത് ഓരോരോ അശ്രീകരം. നമുക്ക് കൂടി ഗുണമുള്ള കാര്യമല്ലേ ശാന്തമ്മടുത്തി? ഗുണം നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. മതിയാക്കി പോവാൻ. തീർന്നു, ശരി കൂടെ ഉള്ളു. കള്ളനും തെമ്മാടിയൊക്കെ ആയിട്ട് മാധവനോടാണല്ലോ നാട്ടുകാർക്ക് കാര്യം. പിള്ളച്ചനോടാർക്കും പത്യം പോരല്ലോ. അതെന്താ, നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? അതിന് പിള്ളേച്ചൻ കനാലിന്റെ കോൺട്രാക്ട് പണിക്ക് മേശരിയായിട്ട് വന്നതല്ലേ? ശാന്തമ്മടുത്തി കല്യാണം കഴിച്ചു കൂടിയതാ. ലവ് ആയിരുന്നു. ആണാ? ഒന്നിങ്ങോട്ട് വന്നേ. ഇതാ ശാന്തമ്മടുത്തി? അതെ, ശാന്തമ്മടുത്തി പിള്ളേച്ചനായിട്ട് ലവ് ആയിരുന്നല്ലേ? അതെ, ഇവിടെ വിളക്ക് എത്തിക്കാറായി. ഇത് നിർത്തി എല്ലാരും ഒന്ന് പോയാ വേണ്ടില്ലായിരുന്നു. പിള്ളച്ചന്റെ മോളാ? മോളെ കണ്ട അമ്മയെന്ന് പറയില്ല കേട്ടാ. മോളെ കണ്ടാൽ എങ്ങനെ അമ്മയാന്ന് പറയാ? ഓ പിള്ളച്ച, പൊടിക്ക് തമാശയൊക്കെ ഉണ്ട്. നമുക്ക് കള്ളനെ പിടിക്കണ്ടേ? പിള്ളച്ച, നിങ്ങൾ വല്ല കാരണം ഉണ്ടാക്കാം മീശ മാധവനെ ഒന്ന് പൊക്കാൻ. നിസാര കാരണം എന്തെങ്കിലും മതി. നമുക്കവനെ അകത്തിട്ട് ശരിക്കൊന്ന് പൂശണം, വേണ്ടേ? രുക്മിണി കേറി പോടിയാത്ത. കുടിച്ചിഷ്ടമായില്ല. ഞാൻ ഇറങ്ങാണേ. ഏട്ടത്തി പിള്ളച്ചനെ ഭേദി ഒന്നും ചെയ്തേക്കരുതേ. ഇതൊരു സാധു മൃഗമാണ്. പെണ്ണും പിള്ള നല്ല കാശുള്ള തറവാട്ടിലേ അല്ലേ? നേര് പറ പിള്ളച്ച, ഇത് ഗർഭം ഉണ്ടാക്കി കുടുക്കി കെട്ടിയതല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല, അമ്മയാണില്ല. പിള്ളച്ച, ഞാനിത് കൊണ്ടുപോവാ. അപ്പൊ നാളെ വൈകിട്ട് വരാം. വരണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ ആ ബീഡിയൊക്കെ കളഞ്ഞിട്ട് മുണ്ട കഴിച്ചിട്ട് മെനക്ക് നടന്നേ. ഒരു കാമുകം നടക്കണം. ഇങ്ങോട്ട് വന്ന കണ്ടായിരുന്നല്ലോ. നീ അവളിരിക്കുന്ന പോലെ നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് ഇത്തിരി മാറിയിരുന്നോ. ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നീ ചെല്ല്. ഈ കുട്ടികളെ കാണുമ്പോ നമ്മുടെ കുട്ടിക്കാലം ഓർത്തു പോവാ. എന്ത് രസമായിരുന്നു അന്നൊക്കെ. സ്കൂള് പൂട്ടുമ്പോഴേക്കും കുറുപ്പ് മാഷിന്റെ വളപ്പിലെ ചക്കരമാവ് നിറയെ മാമ്പഴം പഴുത്തിങ്ങനെ തൂങ്ങിക്കിടക്കും. ഒരു ദിവസം രുക്മിണിക്ക് മാമ്പഴം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ മാധവൻ മാവിലേക്ക് വലിഞ്ഞു കയറി. മരത്തിൽ നിറച്ച് പുളിയുറുമ്പായിരുന്നു. ഉറുമ്പ് കടിച്ചവൻ താഴെ വീണു. അപ്പോഴും പിടിവിടാതെ 2 ചക്കര മാമ്പഴം അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. രുക്മിണിക്ക് ഓർമ്മയില്ലേ? ഇല്ല. ഓർമ്മയുണ്ടാവില്ല. അന്ന് നിങ്ങൾക്ക് 4.5 വയസ്സല്ലേ പ്രായമുള്ളൂ. അതാ ഓർമ്മ വയ്ക്കാത്തത്. പ്രായം അതല്ലേ. അവിടെ എന്താണ്? കാലം നമ്മളെയൊക്കെ വല്ലാതെ മാറ്റിയിരിക്കുന്നു. ഇതായിരിക്കുന്ന കണ്ടോ പാവം. അവൻ ഓർമ്മകളായ വിറക്കുക. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. മൈ ഫോൺ നമ്പർ ഈസ്
അല്ല രുക്മിണിക്ക് അറിയോ മാധവൻ ഇന്ന് അതുപോലെ ഒരു യന്ത്രമാണ്. ആർക്ക് വേണമെങ്കിലും ഇട്ട് കറക്കാലോ. ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. എന്താ തിയേറ്ററിന്റെ അടുത്താണോ വീട്? കേട്ടിട്ടുണ്ടാവും. മനുഷ്യ ജീവിതം എല്ലായിടത്തും ഒരുപോലെയാണല്ലോ. മാധവന് രുക്മിണിയെ ഭയങ്കര ഇഷ്ടാ. പക്ഷെ രുക്മിണി കാണുമ്പോഴൊക്കെ കടിച്ചിടാൻ ചെല്ലിയല്ലേ, അതുകൊണ്ട് അവന് പറയാൻ ധൈര്യമില്ല. ശരിക്കും ഇഷ്ടാ. പ്രേമം, ലവ്, കാതൽ, മൊഹബത്ത്, പ്യാർ. അയ്യോ ഞാനൊരു തമാശ പറഞ്ഞതാ, അവനൊന്നും ചെയ്യല്ലേ. ഞാൻ കേട്ടത് സത്യാണോ? മാധവൻ എന്നോട് ശരിക്കും ഇഷ്ടാ? പ്രേമം? കുറ്റബോധം കാരണം മാധവൻ ഏതോ യന്ത്രമായി പോയെന്ന് പറഞ്ഞു. ഏത് കമ്പനിയുടെ യന്ത്ര? അങ്ങനെ ഇന്ന കമ്പനി ഒന്നില്ല, ഒരു യന്ത്രം. പക്ഷെ എനിക്ക് ആ പഴയ മീശ മാധവനെ ഇഷ്ടം. ഏത് വെല്ലുവിളിയും സ്വീകരിക്കുന്ന കായംകുളം കൊച്ചിനയുടെ പിന്മുറക്കാരനായ മീശ മാധവൻ. മാധവൻ ഒരിക്കൽ കൂടി എന്റെ വീട്ടിൽ തന്നെ കയറി മോട്ടിക്കണം. ഒരു ആൺകുട്ടിയാണെന്ന് തെളിയിക്കാൻ. എന്റെ ഒരു മനസ്സമാധാനത്തിനാ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ കരുതും അന്ന് വലയിൽ കുരുങ്ങിയത് പിന്നെ മാധവൻ പേടി തുറിയായി പോയിന്ന്. ഒരാളെ നന്നാവാനും സമ്മതിക്കൂലേ? മാധവൻ ഇനി കക്കൂല. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. എടാ മാധവ, ഈ താടകന്മാരുടെ ഇടയിൽ എന്നെ കണ്ടു പോവല്ലേ. എടാ മാധവ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് തിരിഞ്ഞു 4 വർത്താനം നിനക്കും പറയായിരുന്നില്ലേ? ശേ, ബാക്കിയുള്ളതിന്റെ വിലയും കളഞ്ഞു. ആ റേഷൻ കടയിൽ ചീഞ്ഞരിയുടെ വിലയല്ലേ? കുഴപ്പമില്ല. എടാ വെല്ലുവിളിയുടെ ഉദ്ദേശം നിനക്ക് മനസ്സിലായോ? ഇല്ല. കട്ട തൊണ്ടി സഹിതം പിടിച്ച ആ ഈപ്പം പാപ്പിച്ചിട്ട് കൈ കൊടുക്കാനാ. എങ്ങനെ ഈ വെല്ലുവിളി സ്വീകരിക്കാതെ ദുഷ്ടഹൃദയത്തിൽ കയറി പറ്റുക? അയ്യേ എന്റെ ഈശ്വര, ഈ തെണ്ടിന് ഞാൻ എങ്ങനെ പ്രേമിക്കാനാ? അപ്പൊ ഞാൻ നിന്നെ പ്രേമിക്കണതാ. എടാ വേണേ ചക്ക വേരയിലും കായ്ക്കും. ആ ടാറ്റ. പക്ഷെ അവളുടെ കയ്യിലിരുപ്പ് ആലോചിക്കുമ്പോഴാ പാട്ടി തെണ്ടി ചെറ്റ ആറി. നിനക്ക് ഞാൻ ആൺകുട്ടിയെ തെളിയിക്കണല്ലേ ഗുണ്ടുമുളകെ. കിടക്കണ കിടപ്പിൽ ഒരു റേപ്പ് അങ്ങോട്ട് വെച്ചെന്നാണ്ടല്ല 10 മാസം വയറും തള്ളി അമ്മേ നിന്നെ അരച്ച് കലകി ചമന്തേക്ക് ഒറ്റടി. മാധവൻ നിന്റെ അരഞ്ഞാണം കണ്ടൂന്ന് ഈ പമ്പാപ്പച്ചോട് നീ പരാതി പറയില്ല. ഈശ്വരൻ എന്റെ കൂടെയാ.
ഇങ്ങനെ ചക്ക വെട്ടിയിട്ട് പോലെ കിടന്നുറങ്ങരുത്. ആരെങ്കിലും വന്ന് പൊക്കിക്കൊണ്ടുപോയാലും കൂടി അറിയില്ലല്ലോ. ഇന്നലെ രാത്രി ഞാൻ വന്നിരുന്നു. ഉറങ്ങിക്കിടക്കുമ്പോ നിന്നെ കാണാൻ നല്ല ചന്ത. നിന്റെ കൂമ്പിയ താമരമൊട്ട് പോലുള്ള ഈ കണ്ണുകളും. അങ്ങനെ പോവല്ലേ. പറഞ്ഞാ വിശ്വസിക്കില്ലെന്ന് അറിയാവുന്നോണ്ട് തെളിവിനായിട്ട് ഞാൻ ഒരു സാധനം എടുത്തിട്ടുണ്ട്. കാണണോ? ഓ തറാ ബീജൽ കൊൺ ബൽവത്തന കപ്പലുമായി എത്തും. അറിഞ്ഞാണ മോഷണത്തിന്റെ ഒരു ഹര പറഞ്ഞത് ഇതാദ്യായിട്ട് പാൻഡപ്പടെ കാണിക്കണം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത രാത്രി എനിക്ക് സമ്മാനിച്ചല്ലേ. ദാ വച്ചോളൂ. ഇതാ അരക്കെട്ടിൽ അങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കണ കാണാൻ നല്ല ഭംഗിയാ. അവിടെ തന്നെ കിടന്നോട്ടെ. കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ വന്ന് കണ്ടോളാം. ദാ, വച്ചോ. ആ കുട്ടിക്ക് കുളിക്കാൻ ഈ പുഴയിലെ വെള്ളം പോരാന്ന്. അത് ആന മെലിഞ്ഞതാണോ? ഇതിലിട്ടോ 1000 രൂപ. 1000 ഉലുവേ. അതിന് പിള്ളച്ചൻ തനിയെ പോയാ മതി, ഞാനില്ല. എന്താ ഈ കാശ് പോരെ? കൂട്ടണോ? കൂട്ടാം. 1 രൂപ 1001 ഒരു കണക്കായിക്കോട്ടെ. സംഗതി നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? കേസിനൊരു ബലം കിട്ടണമെങ്കിൽ 25,000 രൂപയെങ്കിലും വേണം. 25,000 രൂപ തൊണ്ടിയെടുത്താൽ ഈനം പേച്ച് ചപ്പടാച്ച്. അതെ, ഇപ്പം പാപ്പച്ചി അതിന് മാൻ തോന്നുള്ള ഉറപ്പാ. അതാ പറഞ്ഞത് 1000 രൂപ പോരാന്ന്. അതിൽ നാ നാറി മാന്തിയാ നമുക്കൊന്നും കിട്ടൂല. നേരെ മറിച്ച് 25,000 രൂപയാണെങ്കിൽ 15,000 രൂപ മാന്തിയാലും ബാക്കി 10,000 രൂപ ഉണ്ട്. 5 രൂപ വെച്ച് നമുക്ക് വീതിച്ചെടുത്തൂടെ? എന്നാലും കാശ് എന്റേതല്ലടോ. അതുകൊണ്ട് ചൊളയിറക്കണം, എന്നാലും അവനെ കൊടുക്കാൻ പറ്റൂ. ഞാൻ തിരുവനന്തപുരത്ത് നടക്കുന്ന കാര്യം പോലും പറയണോ? നടന്നു പോണ കാര്യം ഞാൻ പറഞ്ഞത്. ഓട്ടോറിക്ഷയ്ക്ക് പോണ കാര്യം ഞാൻ പറഞ്ഞ അമ്മ ഉണർന്നപ്പോ ഈ പോകും പ്ലാനിംഗ് ഒന്നും നടക്കില്ല കേട്ടോ. എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല, ആ ഈപ്പം പാപ്പിച്ചു കൊണ്ട് അവനെ നല്ല അസല് കൊട്ടിൽ ഓടിപ്പിക്കണം. മാധവൻ പൊരയ്ക്കകത്തുണ്ടാവുമോ അതോ പൂട്ടി വിളിക്കാൻ പുറത്തു പോയി കാണുമോ? സംശയം തീർക്കല്ല. തെണ്ടി, ഒരിക്കൽ കൂടി ഇത് എന്റെ കഴുത്തിലാക്കോ? കിട്ടിയില്ലെങ്കിൽ ഞാൻ തരാ. കുടിക്കണോ? തന്നെ കുഴിച്ചിടാനല്ല, രൂപയാ നാളെ പുറത്തെടുക്കാനുള്ള. കുറച്ച് കുടിച്ചാ മതി. ഇത് മതിയോ? വെച്ചോ. ഇനി ആരും കാണൂല. ഓക്കെ, നാളെ വരുമ്പോ സ്ഥലം തിരിച്ചറിയാനായിട്ടൊരു സാമ്പിൾ വെക്കട്ടെ? ഒന്നും വേണ്ട, തമ്പാ. നീ പാരയെന്തി? നീ തന്നെ ഒരു പാരയാവോന്ന് എനിക്ക് പേടി. പാടോ. അപ്പൊ എന്റെ ഐഡിയക്ക് യാതൊരു വിലയില്ല. ഇതൊന്നും ഇന്ന് മനസ്സിലാവൂല, നാളെ മനസ്സിലാവുള്ളൂ. എന്നാലും നമ്മൾ മണ്ടത്തരം ചെയ്യാൻ പാടില്ലല്ലോ. നമസ്കാരം. നമസ്കാരം. എന്താടാ? നമ്പൂരശൻ പറഞ്ഞു വിട്ടതാ. പിള്ളേച്ചന്റെ 25,000 രൂപ ഇന്നലെ കളവ് പോയെന്നും പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട്. SI പോലീസുമായിട്ട് ഇപ്പൊ എത്തും നിന്നെ പൊക്കാൻ. ഇവിടെ കല്യാണ നിശ്ചയം എന്നൊക്കെ നമ്പൂരശൻ കുറെ പറഞ്ഞു നോക്കി. എന്താ പ്രശ്നം? അത് പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എനിക്കൊന്ന് സ്റ്റേഷൻ വരെ പോണം. അവരാരും അറിയണ്ട. ഞാൻ പിന്നെ അപ്പുറത്ത് കൂടി പൊക്കോളാം. ഇവിടെന്താ കല്യാണ നിശ്ചയം മറ്റാണോ? അതെ, അനിയത്തിയുടെ. നിങ്ങളാരാ? മാധവന്റെ ഏട്ടനാ. ക്ഷമിക്കണം, ഈ ഭഗീരഥൻ പിള്ളയുടെ കുറെ കാശ് കഴിഞ്ഞ രാത്രി മോഷണം പോയി. മാധവനെയാ അദ്ദേഹത്തിന് സംശയം. കേറി തപ്പ്. ആരോ ഇവരെന്തായി കാണിക്കുന്നത്? അകത്തല്ല, പുറത്ത്. പുറത്തല്ലേ? സാറേ മാറേക്കടാ. എന്താടാ ഇവിടെ? കുഴി മാന്ത്ര. ഇപ്പോഴെന്തായി?
തുറക്കടാ. ചക്കക്കുര സാറേ, മുളപ്പിക്കാൻ വേണ്ടി ചാണകത്തിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ടാ ഇവിടെ. അത് എടാ പരമദ്രോഹി, എന്റെ 25,000 രൂപ നീ എവിടെ കൊണ്ടാടാ പൂഴ്ത്തിയത്? അതൊന്നുമില്ല സാർ. ഇവിടെ തന്നെ ഉണ്ട് സാർ. പറയടാ, എവിടെയാടാ കാശ് ഒളിപ്പിച്ചത്? എന്റെ സാറേ, എടുത്താലേ ഒളിപ്പിക്കാൻ പറ്റുള്ളൂ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. കള്ളം പറയുന്നോടാ. നീ പറഞ്ഞിട്ടല്ലേ 25,000 രൂപ ചക്കച്ചോള പോലെ എണ്ണിയാൻ ഇവിടെ കുഴിച്ചിട്ട്? ചുളയും പോയി രൂപയും പോയി, കുരു മാത്രം പോയിട്ടില്ല. എന്നാൽ എത്ര കുരു ഉണ്ടാവും? കൊരങ്ങൻ. നമ്പൂരെ, ഓ, പ്രതിയെ ചോദ്യം ചെയ്യ്. ഇന്നലെ രാത്രി നീ പിള്ളേച്ചന്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചോടാ? ഇല്ല, ഞാൻ എത്ര പ്രാവശ്യം സാർ ഇത് തന്നെ പറയണു. ഇങ്ങനെയാണോ നമ്പൂരി ചോദ്യം ചെയ്യുന്നത്? 10-20 വർഷമായില്ലയോ സർവീസിൽ? ഇനി ഒരു പ്രതിയെ ചോദ്യം ചെയ്യാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞ ഇങ്ങോട്ട് മാറിയിക്കേ, ഞാൻ കാണിച്ചു തരാം. എവിടെയാടാ പണം പൂഴ്ത്തിയത്? മതി സാറേ, അവൻ ചത്തുവും. കട്ടിണി ആ കാശെടുത്ത് കൊടുത്തേക്കടാ, വെറുതെ തല്ലുകൊണ്ട് ചാവാൻ നിൽക്കണ്ട. നമ്പൂരെ, ഇതുപോലെ ചോദിക്ക്, എന്നാലേ അവൻ സത്യം പറയൂ. ചോദിക്കടോ. കോട്ടിട്ടുകൊണ്ട് ഇവിടെ വന്ന് തേങ്ങ അടിക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. ഇത്തവണെങ്കിലും നീ എന്നെ കൈവിടരുത് ചേവരേ. എടോ 316, അവനെ ഇങ്ങോട്ട് ഇറക്ക. യവനെല്ലാം കൂടെ ഈപ്പം പാപ്പച്ചിയെ നിയമം പഠിപ്പിച്ചൊലത്താൻ വന്നതാ. നിയമം അറിയില്ലെങ്കിൽ അത് പഠിക്കുക തന്നെ വേണം സാറേ. മുകുന്ദനുണ്ണി, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, ഇതാ കോട്ട്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന തൊണ്ടി ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടോ? ഒരു കോൺസ്റ്റബിളിനെ വിട്ട് വിളിപ്പിച്ചാൽ പോലും സ്റ്റേഷനിൽ സ്വമേധയാ ഹാജരാകുന്ന ആളാണ് മിസ്റ്റർ മാധവൻ നായർ. അപ്പോൾ പിന്നെ SIയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് പട തന്നെ മാധവൻ നായരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് എന്തിനാണ്? പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വ്യക്തി വിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും ചെക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. മാധവൻ നായരുടെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ ഭഗീരഥൻ പിള്ള കളിച്ച ഒരു വൃത്തികെട്ട പൊറാട്ട നാടകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇൻട്രിഗ്യൂഷനോ വക്കീലിന്റെ സ്പെക്യുലേഷനോ വേണ്ട. 4ാം ക്ലാസും ഗുസ്തിയും അല്പ കോമൺ സെൻസും മാത്രം മതി. അതിന് കൂട്ടുന്ന SI ഈപ്പൻ പാപ്പച്ചി തന്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. CRPC സെക്ഷൻ 349, IPC സെക്ഷൻ 329, 349, 111, 529. തൊപ്പി പോണ വഴി കാണില്ല സാറ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. എന്റെ കക്ഷിയെ ഇറക്കി വിടുന്നതാണ് സാറേ ബുദ്ധി. വക്കീലിനിയാവുന്ന വേറെ എന്തൊക്കെ പണികളുണ്ട്. പൂര കമ്മിറ്റിക്കാര് പോയി, വെടിക്കിട്ടും കഴിഞ്ഞു. ഇനി ഞാൻ നിക്കണോ അതോ പോണോ സാറേ? വക്കീൽ SIയുടെ ഫീസ് ഊരി.
അപ്പൊ ശരിക്കും വക്കീല് തന്നെയാണല്ലേ? കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. എന്താ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത്. സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. നന്ദി മാത്രമല്ലേ. പിള്ളേച്ചൻ ഇങ്ങനെ അണ്ടി പോയ പട്ടി കണക്കിരിക്കുന്ന എന്തിനാ? അവന് ജാമ്യം കിട്ടിയതല്ലേ ഉള്ളൂ. എന്റെ രൂപ 25,000 പോയത്. നീ ഒറ്റ ഒരുത്തനാണ് ഒരു കാരണക്കാരൻ. ഉള്ളത് പറ, നീ രാത്രി പിന്നെയും പോയി ആ കുഴി മാന്തിയോ? ആദ്യം നീ പണ്ടാരമടങ്ങ്, ബാക്കിയെങ്കിലും എനിക്കിതാ. ഇങ്ങനെ ചങ്കി കുത്തറ വർത്തമാനം പറയരുത് പിള്ളേച്ച. ഇത്ര ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയായിരുന്നു, അറിയോ? ഗജറാവിൽ എന്റെ നക്ഷത്രങ്ങൾ കണ്ടത്. ഇത് നിന്റെ ബുദ്ധിയല്ലേ? തന്തേ മോളും കൂടെ എന്റെ പെങ്ങൾക്കൊന്നും നല്ലൊരു ആലോചന എന്ന് മുടക്കിയത്. കൽമയിത്താത്ത നാളെ ചെമ്പ്രയ്ക്ക് പോണ്ട് ചെക്കന്റെ വീട്ടുകാരെ സത്യം പറഞ്ഞ് മനസ്സിലാക്കാൻ. അത് ശരിയായില്ലെങ്കിൽ പിള്ളേച്ച കൊല്ലും ഞാൻ നിങ്ങളെ. പിന്നെ കൊല്ലല്ലേ? മോളിൽ നിന്ന് കെട്ടി പഠിക്കണ്ട. കൊല്ലാൻ പിള്ളേച്ചൻ എന്താ കോഴിയാ? ത്രിവിക്രമിന് പോകാറായില്ലേ? ഇല്ല, ടൈം ഉണ്ടല്ലോ. എന്തായി? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം. എന്റെ പക്ക 5000 എടുത്തിട്ടുള്ളൂ. ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടാക്കിയപ്പോ തൃപ്തിയായല്ലോ അച്ഛനും മോക്കും. അവനെന്ന് അറിഞ്ഞു ശപിച്ചാ ഈ കാണുന്നൊക്കെ കത്തി വെണ്ണീറായി പോവും. നിന്റെ അച്ഛൻ അവനെ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട്. മാധവൻ എന്ത് കുറ്റം ചെയ്തിട്ടാ? പണ്ട് അവന്റെ അച്ഛൻ വാങ്ങിയ കടത്തിന്റെ 4 ഇരട്ടി അവൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നിന്റെ അച്ഛൻ അപ്പപ്പ പറയണ കള്ളക്കണക്കനുസരിച്ച് ഇപ്പോഴും കൊടുക്കണമുണ്ട്. ഒരിക്കലും അത് തെറ്റിച്ചിട്ടില്ല. നിന്റെ അച്ഛൻ അവനെ കടനാക്കിയത്. അന്ന് നമ്പൂരിച്ചിന്റെ ആധാരം എടുത്തോണ്ട് പോയപ്പോ അതേ പെട്ടിയിലുണ്ടായിരുന്നു അവന്റെ വീടിന്റെ ആധാരം. കൊണ്ടുപോയിരുന്നു വേണമെങ്കിൽ, പക്ഷെ അവനത് ചെയ്തില്ല. എനിക്കറിയാം അവനെ. ഇവിടുത്തെ മുറ്റത്ത് കളിച്ചു വളർന്ന കുട്ടിയല്ലേ. കൈ പിടിച്ചോണ്ട് പോവാൻ മാധവേട്ടനില്ലെങ്കിൽ സ്കൂളിൽ പോവാൻ കൂട്ടാക്കില്ലായിരുന്നു നീ. ഇപ്പൊ വലിയ ആളായിട്ട് അച്ഛന്റെ ദുഷ്ടതരത്തിനൊക്കെ കൂട്ടുനിന്നു. അവന്റെ മനസ്സ് നോയിച്ചാ ദൈവം പോലും പൊറുക്കില്ല നിന്നോട്. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ രുക്മിണി? മാലതി, ഞാൻ കല്യാണ നിശ്ചയത്തിന്റെ കാര്യം എനിക്കറിയില്ലായിരുന്നു. ഓ അതാണോ? അത് സാരല്ല, എന്റെ ജാതകദോഷ. രുക്മിണി വിഷമിക്കൊന്നും വേണ്ട. സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. ഇനി അതിനെപ്പറ്റി ഒന്നും പറയണ്ട. കേൾക്കാൻ എനിക്ക് ഇഷ്ടമില്ല. രുക്മിണി പൊയ്ക്കോളൂ. മാധവൻ, അല്ല മാധവേട്ടൻ. ഏട്ടൻ ഇവിടെ ഇല്ല. വന്നാ ഞാൻ പറയാം രുക്മിണി വന്നിരുന്നു. എന്താണാവോ അടുത്ത ഉദ്ദേശം? എന്തിനങ്ങോട്ട് കെട്ടിയെഴുന്നള്ളി? ചെക്കന്റെ വീട്ടിലേക്ക്. അല്ല, കല്യാണം ആലോചിച്ച് വന്ന ചെക്കന്റെ വീട്ടിലേക്ക് ഞാനും പോവാം, കൽമത്തത്തര കൂടെ. ഞാൻ പറഞ്ഞോളൂ അവരോട്. വേണ്ട, ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിട്ട് നിന്നെ വിശ്വസിക്കണോ അല്ലേ? എനിക്കൊന്നും അറിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. ഇനി അങ്ങനെയൊന്നും ഞാൻ നിന്നെ ഈ കണ്ണീരിൽ അല്പമെങ്കിലും സത്യമുണ്ടോ? പണ്ട് LP സ്കൂളിലേക്ക് എന്റെ തോളത്തിരുത്തി കൊണ്ടുവരുന്ന രുക്മിണിയെ എനിക്ക് വിശ്വാസമാണ്. ഞാൻ പണങ്ങുമ്പോ ചിണുങ്ങിക്കരയണ അന്നത്തെ രുക്മിണിയുടെ കണ്ണീരിനെയും എനിക്ക് വിശ്വാസമാണ്. അതുപോലെ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാമോ? കൽമയത്താത്തവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. പോയിക്കോ. സാർ
അയ്യോ, ദേ, അവിടെ പോലെ, അത് അച്ഛന്റെ മുറിയാ. ആരാ മുഖത്ത് തോന്നിട്ട് എനിക്ക് വയ്യ. എന്താ ചെയ്യാ? വരട്ടെ, എന്നെ കണ്ടാ പൊക്കോളൂ. പിള്ളച്ചാ, പിള്ളച്ചാ, വേഗം പൊയ്ക്കോ. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. എന്താണ് തുറക്കാൻ ഇത്ര താമസം? കുളിക്കായിരുന്ന? അച്ഛൻ ഇവിടെ ഇല്ല, പുറത്തുപോയി. വരട്ടെ. അവിടെ ഒറ്റയ്ക്കിരുന്നാ ബോറടിച്ച് വട്ടായി പോവും. കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് ഒഴിഞ്ഞു തന്നാ പിള്ളേച്ചൻ വരുന്നവരെ ഞാൻ ഇവിടെ ഞാനും ഇരുന്നോളാം. ഇവിടെ ഇരുന്ന് കുടിക്കാൻ പറ്റില്ല. ഓക്കെ, എന്നാ കുടിക്കുന്നില്ല. നമുക്കൊല്ല കൊച്ചുവർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കാലോ. അച്ഛൻ വരാൻ വൈകും. ഗുരുവായൂർ പോയതാ. ഞാൻ കണ്ടു കാലത്തെ അച്ഛനും അമ്മയും കൂടെ പോണത്. ഗുരുവായൂർക്കാ പോയതല്ലേ? അത് മൂപ്പര് പറഞ്ഞില്ല, ഒരു കല്യാണത്തിന് പോവാണെന്ന് പറഞ്ഞു. രുക്മിണിക്കുട്ടി എന്താ ഗുരുവായൂർക്ക് പോവാത്തെന്ന് ഞാൻ പറയട്ടെ? വേണ്ട. പറയും. ബ്ലഡിന്റെ അല്ലേ? അയ്യോ, ഓ, ഒന്ന് പതുക്കെ ചവിട്ടടോ. അവന്റെ ഒരു മീശയും. ചവിട്ട് മതിയാക്കാം, ഇനി കിഴിവെച്ചോളൂ. ഒരൊറ്റമൂലി തരണ്ട്. ഇത്തിരി ചവർപ്പുണ്ടാവും, സാരാക്കണ്ട. ഇടിച്ചു പിഴിഞ്ഞ് ഉപ്പിന് പകരം ഭക്ഷണത്തിൽ കലർത്തി സേവിക്കുക. മൂത്ര തടസ്സം മാറിക്കിട്ടാനാണേ. മൂത്ര തടസ്സം ഉണ്ടോ? എങ്ങനെ? തീരെ അങ്ങ് പോകാതെ ഇങ്ങനെ ഇറ്റി ഇറ്റി കളിക്കാണോ അതോ? ഈ കൊട്ടു കൊടുത്തവൻ ഏതായാലും ബഹു കേമന. ഒന്ന് വിടാതെ എല്ലാ മർമ്മവും കലങ്ങി പോയിട്ടുണ്ടേ. അയ്യോ, ആരാണെന്ന് ഒരു പിടിയില്ലല്ലേ? ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും, അതുറപ്പാ. അല്ല, ഈ മൂത്ര തടസ്സം എന്ന് പറയുമ്പോ അടിവയറിന്റെ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് മൂത്രമർമ്മം. ഒരിക്കൽ മാമ്പള്ളി കളത്തിന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരിക്കൽ മാമ്പള്ളി കളത്തിന്ന് ഒരു വലിയ ഉരുളിയും കെട്ടോണ്ടോടിയ മാധവനെ ആ മാരാത്ത വളവിൽ വെച്ച് ഞാൻ ഓടിച്ചിട്ട് പിടിച്ചു. അന്ന് എനിക്ക് ഇതുപോലെ മൂത്ര തടസ്സം ഉണ്ടാക്കി അവൻ രക്ഷപ്പെട്ടത്. പിന്നെ ഒരാഴ്ച മൂത്തൊഴിക്കാനായിട്ട് ഇങ്ങിടിരുന്ന കാറ്റ് കൊണ്ട് തണുക്കുമ്പോ രണ്ടിറ്റ് പോയാലായി. അത് വെച്ച് നോക്കുമ്പോ ഇത് എത്ര ഭേദം. മൂത്ര തടസ്സം അവന്റെ ഒരു നമ്പരാ. എനിക്കുറപ്പാ ഇത് അവൻ തന്നെ. അവൻ ആരാ മോന്ന? എന്നാ പിള്ളച്ചനൊന്ന് ഉറപ്പിച്ചോ. അവൻ പിള്ളച്ചനിട്ടും പണിയുന്നുണ്ട്. നോക്കണ്ട, പണ്ട് കെട്ടിയൊക്കെ പറ്റിയ പറ്റു തന്നെ. മോളെ കൊണ്ടുപോയെന്ന് പരിശോധിപ്പിച്ച് നോക്ക്. അവൻ വിത്ത് വായി കഴിഞ്ഞോന്നറിയാം. എനിക്ക് തൊളുത്താണ്ട് അവളോട് പോയി ചോദിക്ക്. വീട്ടിൽ ആളില്ലാത്ത സമയത്ത് കള്ളനുമായിട്ട് അവർക്ക് എന്താ കച്ചവടം? അതെ, അവനെ കൊടുക്കാനുള്ള സൂത്രങ്ങളെല്ലാം ഉപദേശിച്ച് രുക്മിണി കൂടെ നിന്നതേ നമ്മുടെ കണ്ണി പൊടിയിടാനായിരിക്കും പിള്ളച്ച. പിള്ളച്ച 3 മാസം വരെ ആയ ഗർഭം അലസിപ്പിച്ച ഒരു കുഴപ്പമില്ല. ഏതായാലും ഇത് അത്രയൊന്നും ആയിട്ടില്ലല്ലോ. ആരാണ്ട് വയറ്റിലുണ്ടാക്കിയത് ഞാനെന്ത് വിളിച്ചു? നിങ്ങൾ അലസിപ്പിക്കണ്ട, പറ്റോട്ടെ, എനിക്കെന്താ? ഇച്ചു പോയിക്കോ, ഞാൻ വന്നോളാം. പോയിക്കോന്ന്. ആർക്കാണ് ബൈക്കുണ്ടായത്? SI വിളി പറ്റിച്ച ആ കഴിഞ്ഞേ. SI അല്ല, മാധവനെ. മീശ മാധവൻ. നീ ഒരുത്തി അവളെ വഷളാക്കുന്നു. ഒന്നേ ഉള്ളെന്ന് വെച്ച് കൊഞ്ചിക്കുക. നോക്കുന്നുണ്ടല്ലേ മുങ്ങിയ പോലെ. മനസ്സിലാക്കിയെടുത്തോളം മതി. ഇനി എന്റെ അനുവാദമല്ലാതെ മുറിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മുട്ടുകാലി ഞാൻ തല്ലിയോടി പറഞ്ഞേക്കാം.
കേസ് കൊടുത്ത വൈരാഗ്യത്തിന് അവൻ ആ മാധവൻ എന്റെ മോളെ വശീകരിച്ചു വെച്ചിരിക്കുക. എന്താഭിചാരം ചെയ്തിട്ടാന്നറിയില്ല, അവൾക്ക് അവനോട് പ്രേമമാണത്രേ. നമുക്ക് ഈ കേസ് പിൻവലിക്കാൻ വക്കീലേ, എന്നാലെങ്കിലും അവൻ എന്റെ മോളെ എനിക്ക് ആരെയും തോപ്പിക്കണ്ട. മകള് പഠിപ്പുമുള്ള കുട്ടിയല്ലേ, നിങ്ങൾ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കല്ലേ വേണ്ടത്. പ്രേമമല്ലേ, തന്തേക്കാളും പെറ്റതള്ളയേക്കാളും അവക്കിപ്പോ ഉപദേശിക്കുന്നത് ഈ കാലത്ത് കുട്ടികൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടൊട്ട് ഫലം ഉണ്ടാവാറില്ല. എന്നാലും നമ്മളെയെല്ലാം ഒരുമിച്ച് വിട്ടികളാക്കാൻ അവനെ അനുവദിക്കരുത്. മാധവന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആളൊരു കള്ളനാണല്ലോ, തന്ത്രശാലിയുമാണ്. അവൻ ഈ പ്രേമം ഭാവിക്കുന്നത് സത്യമാണോ എന്ന് അറിയണം. കേസ് തോൽക്കുന്ന ഉറപ്പായപ്പോ പുതിയ തന്ത്രം ഇറക്കിയതും ആവാം. അതെ, അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാ അതിന് തെറ്റ് പറയാനും വയ്യ. ആകെയുള്ളതൊരു കിടപ്പാടും അതും നഷ്ടപ്പെട്ടു പോകുന്നാവുമ്പോ എന്തും ചെയ്തു. ഇങ്ങനൊരു കേസ് അച്ഛനുമായി നടക്കുന്ന കാര്യം അയാൾ എപ്പോഴെങ്കിലും കുട്ടിയോട് സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? സൂക്ഷിക്കണം. സ്നേഹിക്കണ്ടെന്നല്ല, സൂക്ഷിക്കണമെന്നേ പറഞ്ഞുള്ളൂ. കേസ് നമുക്ക് പിൻവലിക്കാം, എനിക്ക് വിഷമമൊന്നുമില്ല. പിള്ള തിങ്കളാഴ്ച കാലത്ത് കോടതിയിൽ വന്നാൽ മതി. ഏറ്റിട്ടുണ്ട്. ഇടിപ്പത് പണികളത് വിട്ടിട്ടാ താൻ വിളിച്ചപ്പോ ഇങ്ങോട്ട് പോകുന്നത്. വൈകിട്ട് കാണണം. പണം ഒരു പ്രശ്നമല്ല വക്കീലെ. 27-ാം തീയതി അവന്റെ പെങ്ങളുടെ കല്യാണം. അത് കഴിഞ്ഞാൽ പിന്നെ അവനെ തളയ്ക്കാൻ പ്രയാസമാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് നടക്കണം. ആറ് നിക്കില്ലെങ്കിൽ അറിയാണ്ട് എടുത്ത് ഞാൻ പൊതിക്കും. എടാ സുഗുണ, നീ കുറെ നേരമായി മനുഷ്യനെ കളിയാക്കാൻ തുടങ്ങിയിട്ട്. എടാ ഞാനും ഈ നാട്ടിൽ ജനിച്ചു വളർന്നവനാ, മനസ്സിലായോ? ജനിച്ചു എന്ന് പറഞ്ഞോ, വളർന്നു എന്ന് പറഞ്ഞാല് ചെപ്പടിച്ചോടിച്ചത്. ദൈവമേ, ഇപ്പൊ വെള്ളത്തിൽ മുങ്ങി ചത്താല് ഒരു ചിരട്ട വെള്ളം മതി മുങ്ങി ചാവാനായിട്ട്. ഒരുക്കങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കണ്ടല്ലോ. ആ, നീ അകത്തേക്കല്ലേ. കല്യാണ തലേന്നെങ്കിലും തേങ്ങ പോയിച്ച് തീരോ സൂണ? തീർന്നു. മാധവനാരെ എന്തളക്കലാണ് ഇങ്ങൊന്നേ. ഭഗീരഥൻ പിള്ളയുടെ പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു. കല്യാണത്തിന് മുമ്പോ ചിലപ്പോ കല്യാണത്തിന്റെ അന്നോ മാധവൻ നായർ അറസ്റ്റ് ചെയ്യാൻ കോടതിയിൽ നിന്ന് ഓർഡർ ഉണ്ടാവും. ഈ വീടിന്റെ ആധാരം പിള്ളയുടെ കയ്യിലാണെന്നുള്ളതിന് വല്ല തെളിവുണ്ടോ നമ്മുടെ കയ്യില്? തെളിവ് ഇല്ല. മാസപ്പടി കൊടുത്തതിന് രസീറ്റും ഇല്ല. ഡിഫെൻഡ് ചെയ്യാൻ പാടാ. അറസ്റ്റ് ഒഴിവാക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരായി 1 ലക്ഷം രൂപ കെട്ടിവെക്കണം. അല്ലെങ്കിൽ ആ പണത്തിന് തുല്യമായ ആൾജാമ്യം. ആരെങ്കിലും ഉണ്ടോ ജാമ്യം നിൽക്കാൻ? 1 ലക്ഷം രൂപ. എടോ പിള്ളേ, നിനക്ക് നല്ലൊരു അവസരം തന്നതല്ലേ, എന്തിനാ വിട്ടുകളഞ്ഞെന്ന് ദൈവം തമ്പുരാൻ എന്നോട് ചോദിക്കുമ്പോ ഞാൻ എന്തു മറുപടി പറയും കൂട്ടുകാരന്മാരെ? എനിക്കെന്റെ കാശ് കിട്ടണ്ടേ? എന്റെ പിള്ളേച്ച, വിദ്വേഷവും പകയൊക്കെ നിങ്ങൾ തമ്മിലായിക്കോ. അതിന്റെ പേരിൽ ആ പെൺകുട്ടിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവണമെന്ന് മുടക്കരുതെന്നേ പറയാനുള്ളൂ. അപ്പൊ എന്നോടുള്ള പക തീർക്കാൻ ഇവൻ എന്റെ മോളുടെ ജീവിതം കൊണ്ട് കളിക്കുന്നതോ? കള്ളപ്രേമോ അല്ലോടോ ഇവൻ എന്റെ മോളോട് കാണിക്കുന്നത്? 20 വർഷം നോക്കി വളർത്തിയ തന്ത പറയുന്ന അവൾക്ക് വിശ്വാസമില്ല. അവനേ കാര്യം. തന്റെ മോൾക്കാണ് ഈ ഗതി വന്നിരുന്നത്, താൻ സഹിക്കോടോ? പിള്ളേച്ചന്റെ നെഞ്ചത്തിട്ട് ആർക്ക് വേണേലും മുള അരയ്ക്കാം. എനിക്കെന്റെ മോളെ അറിഞ്ഞുകൊണ്ടൊരു അപകടത്തിലേക്ക് തള്ളിവിടാൻ പറ്റില്ല. ഇമ്മണി കാശ് മുടക്കി തന്നെ ഞാൻ ഈ കേസ് പൊക്കിയെടുത്തത്. കല്യാണം മുടക്കാൻ തന്നെ തീരുമാനം. അല്ലെങ്കിൽ ഉള്ള സത്യം അവളോട് തുറന്നു പറഞ്ഞ് അവൻ എന്റെ മോളെ ഒഴിവാക്കി തരട്ടെ. അല്ല പിള്ളേച്ച, ഞാനൊരു രുക്മിണിയായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാം. മാധവന്റെ ആധാരം തിരിച്ചു കൊടുത്ത് കേസ് ഒഴിവാക്കി തരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാധവൻ തയ്യാറാണ്. കുറെ കാലം കൊണ്ട് ഒരുമാതിരിപ്പെട്ട വിദ്യകളൊക്കെ അവൻ എന്റെ അടുത്ത് പ്രയോഗിച്ചിട്ടുള്ളതാ. സത്യമായിട്ട് പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ? നീ വാടി, എങ്കി പറയേ. ആ ശാന്തമ്മേ, വന്ന് കേക്ക്. കോടതിയില് പിള്ളേച്ചനോട് മുട്ടാൻ വേണ്ട പണവും സ്വാധീനം ഇല്ലാതെ വന്നപ്പോ ഞാൻ കണ്ട ഓരോരു പോംവഴി നിന്നെ പ്രേമിച്ച് വസ്താക്കലായിരുന്നു. അതൊക്കെ സുഗുണനെ നമ്പൂരിച്ചനൊക്കെ അറിയാവുന്നതാണ്. പറഞ്ഞതൊക്കെ സത്യ. പക്ഷെ ഇപ്പോ ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടിയും മാധവൻ നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഇരുപത് കൊല്ലം നോക്കി വളർത്തിയിട്ടും
ഈ മനസ്സൊന്ന് കാണാൻ നിങ്ങൾക്ക് പറ്റില്ലോ പിള്ളേച്ച. മാലതിയുടെ കല്യാണമല്ലേ, അതെങ്ങനെയാ നടത്തേണ്ടതെന്ന് എനിക്കറിയാം. പിള്ളേച്ചനെ കൊണ്ടാവുന്നൊക്കെ പിള്ളേച്ചനോട് ചെയ്യ്. വല്യവായിക്ക് വർത്താനം പറയാൻ മാത്രം ഒരു മുട്ടുമില്ല. അയാൾ ആധാരം തിരിച്ചു തരുമ്പോ വാങ്ങിച്ചോണ്ട് മിണ്ടാതെങ്കിൽ പോരുമല്ല. 1 ലക്ഷം നീ എവിടെ കണ്ടുവച്ചിരിക്കുന്ന എടുത്തു കൊടുക്കാൻ? ഒന്ന് മിണ്ടാണ്ടിരിക്കണ്ടോ? ഓണ്ടാറടങ്ങാനായിട്ട് മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ചു നിൽക്കുമ്പോഴാ. ഭ്രാന്ത് പിടിക്കട്ടാ, നിനക്കൊക്കെ ഭ്രാന്ത് പിടിക്കും. അമ്മാതിരി ദ്രോഹമല്ല നീ ഈ അവസാന നിമിഷം കാണിക്കുന്നത്. സ്വന്തം കാര്യം വന്നപ്പോ അമ്മയും വേണ്ട പെങ്ങളും വേണ്ട. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ഞങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അതെ, ഭാര്യ വീട്ടിൽ നിന്ന് പതിച്ചിട്ട് ഭൂമിയുടെ ആധാരം പണയം വെച്ചാ കോടതി കിട്ടാനുള്ള കാശ് കിട്ടും. പറ്റോ? പെങ്ങൾ എന്റെ മാത്രമല്ലോ. കോടതിയും കേസൊക്കെ വീടിന്റെ പേരില്ല, അത് ഏട്ടന്റെ കൂടി ബാധ്യതയാ. എന്നാലും നിനക്ക് ആ പെണ്ണിനെ പറ്റില്ല. പറ്റില്ല ഏട്ടാ. ഇത്രത്തോളം കൊണ്ട് എത്തിക്കാൻ അറിയാമെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ കല്യാണം നടത്താനും എനിക്കറിയാം. മാലതിയുടെ കാര്യത്തിൽ ഇത്രയും നാൾ കാണിക്കാത്ത അവലാദ്യമൊന്നും ഇനിയിപ്പോ ആരും കാണിക്കണ്ട. നീ ധൈര്യമായിട്ടിരിക്കടി. നിന്റെ കല്യാണം പറഞ്ഞ ദിവസം തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ ഏട്ടൻ നടത്തും. എന്ത് കട്ടിട്ടായാലും കൊന്നിട്ടായാലും. മാധവേട്ടാ. ബാലനോ? ഞാൻ മാധവേട്ടനെ നോക്കി വീട്ടിലേക്ക് പോകാതിരിക്കായിരുന്നു. വഴിയിൽ വെച്ച് സുഗുണനെ കണ്ടു. മാധവേട്ടൻ അറിയാലോ, ഞാൻ മാലതിയെ കല്യാണം കഴിക്കുന്നതിൽ എൻ്റെ ബന്ധുക്കൾക്കൊന്നും അത്ര താല്പര്യമില്ല. പെണ്ണ് കാണലിൻ്റെ അന്നുണ്ടായ പ്രശ്നം തന്നെ ഞാൻ എങ്ങനെയൊക്കെ ഒരുവിധം പറഞ്ഞ് ശരിയാക്കിയതാ. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ എനിക്കതിന് പറ്റിയെന്ന് വരില്ല. അല്ല മാധവേട്ടാ, 1 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കുന്ന ഉറപ്പല്ലേ? കാശിന് എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ? അത് ഞാൻ എങ്ങനെയെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവാതെ ശരിയാവും. എന്തേത്? കോടതി കിട്ടാനുള്ള പണം. വേറൊരു ആവശ്യത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന ഇപ്പോ ഇത് നടക്കട്ടെ. മാലതി ഭാഗ്യം ചെയ്ത കുട്ടിയാ. അല്ലെങ്കിൽ ബാലനെ പോലെ ഒരാളെ. സമയം കളയണ്ട. കോടതിയില് നാളെ രാവിലെ തന്നെ പണം കെട്ടണം. ഇപ്പൊ തന്നെ ടൗണിൽ പോയി ഒരു വക്കീലിനെ കണ്ടത് ഏർപ്പാടാക്കിക്കോളൂ. ഞാനിങ്ങനെ പണം തന്നു വേറെ ആരും അറിയണ്ട. എന്റെ ബന്ധുക്കളും കൂട്ടരും ഒക്കെ അറിഞ്ഞാ പിന്നെ അതാവും അടുത്ത പ്രശ്നം. എന്റെ ഭഗവാനെ, ഞാൻ എങ്ങനെയാ നിന്നോട് നന്ദി പറയണ്ടേ? അതെ, മതി മതി, നട അടച്ചു. എന്താ? എന്തു പറ്റി? ഒന്നുമില്ല വാരരെ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ വിളിച്ച ഭഗവാൻ എന്റെ കൂടെയാന്ന്. ഭഗവാനെ, ചതിക്കോ? വാരേ അവൻ ഇന്നലെ രാത്രി വന്നിട്ടില്ല. എന്താ എന്താ മോനെ? അമ്പലത്തിലെ ഭഗവാന്റെ വിഗ്രഹം പോയി ഇന്നലെ രാത്രി. മാധവനാണെന്ന് എല്ലാരും പറയണത്. ഭഗവാനെ, എന്താമേ? എന്താടാ? മാലതിയുടെ കല്യാണം നടത്താൻ ഭഗവാന്റെ വിഗ്രഹം തന്നെ വേണമായിരുന്നടാ. അമ്മേ, ഞാനല്ല, ഞാൻ കട്ടിട്ടില്ല. തൊട്ടുപോലെ തന്നെ മക്കള് തെറ്റ് ചെയ്യുമ്പോ തിരുത്തി നേർവഴി കാണിക്കേണ്ടവളാണ് അമ്മ. എന്റെ ഗതികേട് കൊണ്ട് എനിക്കതിന് കഴിഞ്ഞില്ല. ഈ കുടുംബത്തിന് വേണ്ടി നീ ചെയ്യുന്ന തെറ്റുകളുടെ ശിക്ഷ എനിക്ക് തരണേ. എന്റെ മോനെ ശിക്ഷിക്കരുതേ ഭഗവാനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ.
ജീവിതകാലം മുഴുവനും ഇവളുടെ കല്യാണം നടന്നില്ലെങ്കിലും ഞാനും എന്റെ മോളും തെരുവിലേക്ക് ഇറങ്ങിയാലും ഈ പാപത്തിന്റെ പങ്ക് ഞങ്ങൾക്ക് വേണ്ട. ഞാൻ പറയുന്നത് എനിക്ക് നിന്നെ ഇനി കാണണ്ട. പൊയ്ക്കോണ്ട് എന്റെ മുമ്പിൽ നിന്ന് പറയൂടെ. സത്യമായിട്ടും ചെയ്തിട്ടില്ല സാറേ. സാറേ സാർ ഞാൻ ചെയ്തിട്ടില്ല. സത്യമായിട്ടും ഞാൻ ചെയ്തിട്ടില്ല. പിടിച്ച് കേട്ടവനെ വണ്ടിയില് നോക്കി നിൽക്കാതെ പിടിക്കണോ? നമ്പൂരിച്ച് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇന്നലെ അമ്പലനടയെന്ന് മീശ പിരിച്ച് അവൻ എന്നോട് പറഞ്ഞതാ. എന്ത് ദേവൻ അവന്റെ കൂടെയാണെന്ന്. അത് ഇത്രയും കിടാവും നിരീച്ചില്ല. കട്ടത് അവൻ തന്നെയാണെന്ന് ഉറപ്പായി. ഇന്നലെ രാത്രി 1 ലക്ഷം രൂപ വക്കീലിന് കൊടുത്തു. മാറ്റി ബാല, വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല. നെഞ്ചുരുക്കി വിളിച്ചപ്പോഴൊക്കെ വിളി കേട്ടിട്ടുള്ള എന്റെ ഭഗവാന്റെ വിഗ്രഹം ഞാൻ കക്കോ. കല്യാണത്തിന് ഇനി കുറച്ചു ദിവസം കൂടി ഉള്ളൂ. അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഊരാൻ പറ്റിയ കല്യാണം നടക്കും. അത്ര എനിക്ക് പറയാൻ പറ്റും. ബാല, നിങ്ങളുടെ ആരുടെയും കൺവട്ടത്തെങ്ങും ഒരിക്കലും വരാതെ ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. അവൾ ഒരുപാട് കൊതിച്ചുപോയി. അവളെ കൈവിടരുത് ബാല. മാധവട്ടം ചെല്ല്. ആരെങ്കിലും കണ്ട പ്രശ്നമാവും. ഇവിടില്ല, നമുക്ക് അങ്ങോട്ട് നോക്കാം. കയ്യെ കിട്ടിയാ നിന്നെ അവര് വിട്ടു നോക്കിയേനെ. എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് പോന്നേ? പാപ്പേട്ട, ഞാനല്ല വിഗ്രഹം മോഷ്ടിച്ച്. എനിക്കറിയാം. കള്ളത്താക്കോലുണ്ടാക്കിയ ശ്രീകോവിന്റെ വാതിൽ തുറന്നത്. നീ ഉടലക്കില്ലേ കയറാറ്. ഒരാൾക്ക് ഒറ്റയ്ക്കത് ചെയ്യാൻ പറ്റില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കട്ടത് നീ തന്നെയാണെന്ന് ഉറപ്പിച്ചിരിക്കുക നാട്ടുകാർ. നീ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. ഇനി നിനക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ഒക്കില്ല. ഞാൻ എങ്ങോട്ട് പോവാനാ പാപ്പേട്ട? വീട്ടിലേക്ക് ഏതായാലും പോകണ്ട. അവിടെയൊക്കെ നിറച്ച ആൾക്കാരാ. പോലീസുകാർ കയറി കല്യാണത്തിന്റെ പണമൊക്കെ എടുത്തോണ്ട് പോയടാ. എനിക്ക് നിന്നെ സഹായിക്കണമെന്നു മോനെ. പക്ഷെ ഞാനെങ്ങനെയാ? ഇവിടെ ഇങ്ങനെ നിന്നാ അപകടാ. ഒന്നുകിൽ എങ്ങോട്ടെങ്കിലും പോവുക, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും നുളിക്കുക.
ആ മുടിഞ്ഞ മാധവനെ വഴിയിലാരോ കണ്ടതാ പറ്റിയത്. ഇനി അവനെയും തപ്പി ഇവറ്റയ്ക്കൊന്നും ഉറക്കവുമില്ല. ഇനി ഏതായാലും 2-3 ദിവസം ഇങ്ങനെ അങ്ങ് പോട്ടെ. മറ്റന്നാൾ വൈകുന്നേരമെങ്കിലും വിഗ്രഹം കൊച്ചിയിൽ എത്തിച്ചില്ലെങ്കിൽ ആ സേട്ട് മുതലാളി. ഓ സേട്ട് മുതലാളി, അയാൾക്ക് അവിടെ നിന്ന് കൊലത്തിയാ മതി. ബാക്കിയുള്ളവനെ അവിടെ നിന്ന് തീ തിന്നുന്നത്. നാട്ടുകാരൻ ഒതുങ്ങാതെ വിഗ്രഹം അവിടെ എടുക്കാൻ നോക്കുന്നത് റിസ്കാ. അതുവരെ 2 ആളും ഇതിനകത്തിരുന്നാ മതി. മനസ്സിലായല്ലോ? കൈക്കെന്ത് പറ്റി? ആ പൊട്ടക്കിണറ്റിന് കയറിയപ്പം കാലിയെത്തിയതാ. കയറി പിടിച്ചോ മുരിക്കലും. ആ സാരമല്ല, ഒന്ന് പോറിട്ടേ ഉള്ളൂ. ഞാനാ. നീ എന്താ ഇവിടെ? വിഗ്രഹം കെട്ടവരെ ഞാൻ കണ്ടു അപ്പേട്ടാ. എസ് ഐയുടെ വീട്ടിലാണ് ഞാൻ ഒളിക്കാൻ കയറിയത്. അവിടെ അവരുണ്ട്. എസ് ഐയും അവരുടെ സംഘത്തിൽപ്പെട്ടതാ. വിഗ്രഹം നീ കണ്ടോ? ഇല്ല. പിന്നെ വിഗ്രഹം ഈ പരിസരത്തുള്ള ഏതൊരു പൊട്ടക്കിണറ്റിലുണ്ട്. ഇന്നലെ രാത്രിയും ഈ നിമിഷം വരെയും അവർക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല. അതെവിടെയാണെന്ന് കണ്ടുപിടിച്ചാ ഞാൻ രക്ഷപ്പെട്ടു. ഈ നാട്ടിൽ എത്രയോ കിണറുണ്ടാ? എവിടെയെന്ന് വെച്ചാ തപ്പുക. എന്താ കയ്യിൽ ചോര? അത് സാരമില്ല. കാല് തെറ്റി പൊട്ടക്കിണറ്റിൽ വീഴാൻ പോയപ്പോ കയറി പിടിച്ചതാ മുരിക്കില്ല. കൈക്കെന്ത് പറ്റി? ഇതാ പൊട്ടക്കിണറ്റിന്ന് കയറിയപ്പം കാല് തന്നെയതാ. കയറി പിടിച്ചത് മുരിക്കലും. പപ്പേട്ട, വിഗ്രഹം പപ്പേട്ടന്റെ പറമ്പിലെ പൊട്ടക്കിണറ്റില്ല. ഇത് എവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്താലും എടുത്തു കൊടുത്താലും നമ്മൾ കൊടുക്കും. കട്ട നീയല്ലെന്ന് ആളുകൾ വിശ്വസിക്കണമെങ്കിലേ കട്ടവന്മാർ വന്ന് തന്നെ ഇതെടുക്കണം. നാട്ടുകാരെ മുമ്പിൽ വെച്ച് നമ്മളവരുടെ കൈയോടെ പിടികൂടുകയും വേണം. അതിനു മുമ്പ് മറ്റാരെങ്കിലും ഈ വിഗ്രഹം ഇതിനകത്ത് കണ്ടാ നമ്മളെ 2 പേരും കുടുങ്ങും. ഇനി 3-4 ദിവസം കഴിയേണ്ട അവരിത് എടുക്കും തോന്നണില്ല. അപ്പോഴേക്കും എൻ്റെ മാലതിയുടെ കല്യാണം. ഇന്ന് രാത്രി തന്നെ നമുക്കിത് അവരെ കൊണ്ടെടുപ്പിക്കണം. എങ്ങനെ? പപ്പേട്ടൻ എൻ്റെ കൂടെ നിൽക്കാമോ? മര്യാദയ്ക്ക് നടക്കാൻ കൂടി പറ്റാതെ ഞാൻ എങ്ങനെയാ നിന്റെ കൂടെ നിൽക്കുക? അതിനൊക്കെ വഴിയുണ്ട്. എടാ, നീ എന്നെ കളയാൻ കൊണ്ടുപോകണോ? ആ കേറ് പപ്പേട്ട. എപ്പോഴാ ഇറക്കുക? കീഴടങ്ങാൻ വന്നതാ. പിടിച്ച് നാട്ടുകാരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തു. വിഗ്രഹം ഒളിപ്പിച്ചിരിക്കുന്ന എവിടെയാണെന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം. കട്ടതാരാന്നും പറയാം. എന്തായാലും ഞാൻ തന്നെ കൊടുക്കുമെന്നറിയാം. എന്നാലും തേവരുടെ വിഗ്രഹം ഈ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. അറസ്റ്റ് ചെയ്യടോ. ഇപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പറ്റിയെന്ന് വരില്ല. അത് കലക്കി. ഇറങ്ങി വാടോ. പിടിച്ച് കെട്ടവനെ.
നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്ത് നാട്ടുകാരുടെ മുന്നിൽ ഇട്ട് കൊടുക്കും. ഇപ്പഴല്ല, വിഗ്രഹം ഇവിടുന്ന് കടത്തിയതിന് ശേഷം. പാടോ. സംഗതി ഏറ്റുമോനെ. പപ്പേട്ടൻ പുഞ്ചപ്പാടം വഴി പൊക്കോ. ആദ്യം കോയം പുഷ്കരനെ വിവരം അറിയിക്കേ. ഞാനേ ഈ കാലം വെച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് അവന്മാര് വിഗ്രഹം പൊക്കി സ്ഥലം വിടും. ഇല്ല പപ്പേട്ട, നമ്മുടെ തേവരെങ്ങനെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. ഭവാനേശ്വര, ബാബാ ഞാനല്ല വിഗ്രഹം മോഷ്ടിച്ച്, ഞാനല്ല. ഞാൻ പറയുന്നു വെച്ചു. മോനെ ഞാനത് പറയുന്നേക്ക്. എന്നിട്ട് തല്ലിക്കോ. വിഗ്രഹം പപ്പേന്റെ പറമ്പിലെ പൊട്ടക്കെറ്റിലുണ്ട്. കട്ടത് ഞാനല്ല. കട്ടവർ അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് ചെന്ന് തടയാൻ നോക്ക്. ആദ്യം അവൻ പറഞ്ഞത് സത്യമാണ് നോക്കാം, എന്നിട്ട് മതി തല്ലലും കൊല്ലലും. മാധവൻ കള്ളനാ, ചേക്കിന്റെ സ്വന്തം കള്ളൻ. പക്ഷെ മാധവൻ കട്ടൊന്നും ഈ ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല. ഈ കള്ളൻ മാധവന്റെ കാവലുള്ളപ്പോ ചേക്കിലെ തേവരെയും കൊണ്ട് പോവാൻ മീശയ്ക്ക് ഇത്രയും കട്ടി പോരാ ഈ പമ്പാപ്പച്ചി സാറേ. കള്ളം പോലീസിനെ പിടിച്ചേ.
സാറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അധികാരമില്ലല്ലോ. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. അവരിപ്പോ ഇങ്ങോട്ട് എത്തുകയും ചെയ്യും. അതുവരെ അവിടെ കാത്തു നിന്നേ പറ്റൂ, അല്ലെങ്കിൽ നാട്ടുകാരന്റെ എല്ല് വെള്ളാക്കും. ഒന്ന് നിന്ന് വിളച്ച മാധവൻ രുക്മിണിയെ നോക്കി മീശ വിരിച്ചിരിക്കുക. ഈ വാശിയും വൈരാഗ്യം പറഞ്ഞ് ഇവന് കൊടുക്ക്. വെറും കള്ളനായിരുന്ന അവനെ ഇനി ഒരു പെൺമോഷ്ടാവ് കൂടി ആക്കണോ? ഇതിനെ താൻ സമ്മതിച്ചില്ലെങ്കിൽ ഇവളെ പൊക്കും. ഭീഷണിയാ. പോലീസിനെ കൊണ്ട് ഇനി ഒരു കാര്യമില്ല. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഫോൺ ചെയ്ത് പട്ടാളത്തെ ഏർപ്പാട് ചെയ്താലോ? എന്റെ പഠന ശരിയായി. പിള്ളേച്ച, ഈ അടി 2 കൊല്ലവും പഠിച്ചിരുന്നെങ്കിൽ എന്റെ 3 കല്യാണം മുടങ്ങില്ലായിരുന്നല്ല. വാര്യരെ, മാധവന്റെ പിള്ളേച്ചന്റെ ശത്രുദോഷം തീർക്കാനായി നാട്ടുകാരുടെ പേരിൽ ഒരു 4 വെടിവഴിയാണ് കിടക്കിച്ചേ. വേണ്ട, എന്റെ പേരിൽ ആരും വഴിപാട് നടത്തണ്ട. ആ വഴിപാട് കൃഷ്ണവിലാസത്തിൽ ഭഗീരഥൻ പിള്ള മകൾ രുക്മിണിയുടെയും പൂവത്തിങ്കൽ ഗംഗാധരൻ നായർ മകൻ മാധവന്റെയും പേര് നടത്തിയാൽ മതി.